സഭ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല. സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഓരോരുത്തരുമാണ്. സ്തോത്രം. അതാണ് കർത്താവ് കണ്ടത്. സഭ എന്ന വാക്ക് ആദ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലാണ് സഭ എന്നൊരു വാക്ക് കാണുന്നത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ഇത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഇത്രയും മതി. ഹല്ലേലൂയ. ഇത് പത്രോസിനോട് പറയുകയാണ്. ഹല്ലേലൂയ. പത്രോസിനോട് പറയുന്നതിന് തൊട്ടു മുമ്പ് ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. യേശു കർത്താവ് ഫിലിപ്പിയരുടെ കൈസരിയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ജാതിക പശ്ചാത്തലമുള്ള ഒരു സ്ഥലത്ത് ഹല്ലേലൂയ കർത്താവും ശിഷ്യന്മാരോട് നിൽക്കുമ്പോൾ എന്നെക്കുറിച്ച് ഇവിടെ ചോദിക്കുമോ? ഒരിക്കലും ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ. എന്താ? ഒരിക്കലും ചോദിക്കാത്ത ഒരു ചോദ്യങ്ങൾ ഹല്ലേലൂയ കർത്താവ് ചോദിക്കുക. ഒരു ജാതിക പശ്ചാത്തലമുള്ള ഒരു പ്രദേശത്ത് നിന്ന് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുക, ഹല്ലേലൂയ ഈ ലോകം അല്ലെ ഈ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുക. ഹല്ലേലൂയ. ആ ചോദ്യത്തിന് ശിഷ്യന്മാർ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഒരുത്തൻ ഏലിയാവെന്ന് പറയുന്നു, ഒരുത്തൻ യിരെമ്യാവെന്ന് പറയുന്നു, യോഹന്നാൻ എന്ന് പറയുന്നു. ഇങ്ങനെ പലർക്കും യേശുവിനെ കുറിച്ച് പല അഭിപ്രായമാണ്. ചിലവർക്ക് വിപ്ലവകാരിയായിട്ട് കാണും, ചിലവർക്ക് ഗുരുവായിട്ട് കാണും, ചിലവർക്ക് പല രീതിയിലാണ് കാണുന്നത്, അല്ലെങ്കിൽ തച്ചൻ്റെ മകനായിട്ട് കാണും. ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ യേശു ചോദിച്ച ഒരു ചോദ്യം, അല്ലെങ്കിൽ അവരൊക്കെ അങ്ങനെ കണ്ടോട്ട്, എനിക്കത് വിഷയമല്ല. പക്ഷേ നിങ്ങൾ ഏകദേശം 3 വർഷത്തോളം എൻ്റെ കൂടെ നടക്കുന്ന എന്നിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും കണ്ട നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ചോദ്യം ഒരുവനോട് മാത്രമല്ല. ഇവിടെ ഇരിക്കുന്ന ലീലിയാൻ്റിയോടോ ജോർജ് പാസ്റ്ററിനോടോ മോനോടോ അല്ലെങ്കിൽ ഡേയ്സി മാമയോടോ അല്ല ചോദിച്ചത്, എല്ലാവരോടും ചോദിച്ചത്. എന്നുവെച്ചാൽ യേശുവിനെ അനുഗമിച്ച, അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് തനിക്ക് ബോധിച്ച 12 പേരെ തെരഞ്ഞെടുത്ത് ശിഷ്യന്മാരോട് ചോദിച്ച ഈ 12 പേരോട് ചോദിച്ചത്. പക്ഷേ ഒരുവൻ മാത്രമേ അതിന് ആൻസർ പറഞ്ഞുള്ളൂ. എന്താണ് പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. സ്തോത്രം. ഈ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. വെളിപ്പെടുത്തി ഒരു വെളിപ്പാട് കൊടുത്തു. ആ വെളിപ്പാട് എന്താണ്? സ്വർഗത്തിലെ ദൈവമാണ് കൊടുത്തത്. ആ വെളിപ്പാട് സത്യ വെളിപ്പാടാണ്. ഈ ദിവസങ്ങളിൽ ദൈവം സഭയുടെ അകത്ത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തരുന്ന വെളിപ്പാടുകൾ തരുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആലോചന പറയാം. വെളിപ്പാടുകൾ പ്രാപിക്കണം. വെളിപ്പാടുകൾ യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ ആഴത്തിലുള്ള വെളിപ്പാട്, തിരുവചനത്തെ കുറിച്ചുള്ള വെളിപ്പാട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാട്, വചനത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, അതിന്റെ ആഴങ്ങൾ ഹല്ലേലൂയ ദൈവം സഭയുടെ അകത്ത് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഇവിടെ പത്രോസ് പറഞ്ഞല്ലോ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അപ്പൊ യേശു ക്രിസ്തു ആരാ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നാണ് പറഞ്ഞത്. യേശു അതിന് തടസ്സം പറഞ്ഞോ? ഇല്ല, അസത്യം തന്നെ. എന്നാൽ യേശു പത്രോസിനോട് ഒരു കാര്യം പറയാണ്. എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. ഈ പാറമേൽ ഏതാണ് പാറ? ക്രിസ്തു ആണ് പാറ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പഴയ നിയമത്തിൽ കാണാം, ആ പാറയെ അടിച്ചോ, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടോ. ആ പാറ ഹല്ലേലൂയ കൊരിന്ത്യർ ലേഖനത്തിലൂടെ പറയുന്നത് അതായിരുന്നു ആത്മീയ പാറ. സ്തോത്രം. ഹല്ലേലൂയ. അത് ക്രിസ്തു തന്നെ എന്ന് പറയുന്നുണ്ട്. ആ ക്രിസ്തു ആകുന്ന, എന്നുവെച്ചാൽ ഈ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറയുന്ന ഹല്ലേലൂയ, ഇതാണ് വെളിപ്പാട്. സഭ വെളിപ്പാടിലാണ് നിൽക്കുന്നത്. സ്തോത്രം. സഭ എന്ന് പറയുന്നത് വെളിപ്പാടാണ്. സ്തോത്രം. അത് സാധാരണ മനുഷ്യന് മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ മനസ്സിലാക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിനക്ക് മനസ്സിലാകാത്തത്, ഹല്ലേലൂയ മനസ്സിലാക്കാത്ത ഭാഗങ്ങൾ, മനസ്സിലാകാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാനാണ് പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്തോത്രം ചെയ്താട്ടെ.
ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് ചേർത്ത് പിടിച്ചാട്ട്, പരിശുദ്ധാത്മാവിനെ ഒന്ന് ചേർത്ത് പിടിച്ചാട്ട്. അപ്പോൾ പത്രോസ് പറഞ്ഞ ഈ വാക്ക് കർത്താവ് എടുത്തിട്ട് പറയാണ്, നീ ഹല്ലേലൂയ, ഈ പാറമേൽ നീ കണ്ട ഈ വെളിപ്പാടുമേൽ ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോവുക. ഹല്ലേലൂയ. ഈ വെളിപ്പാടിനെ നമുക്ക് പറയാം ഹല്ലേലൂയ, ഈ വെളിപ്പാടാണ് ഹല്ലേലൂയ എന്ന് വെച്ചാൽ ദേഹം എന്ന് വെച്ചാൽ ഏകാത്മാവ് എന്ന് പറയുന്നത്. സ്വത്ര ഏകാത്മാവ്, ഹല്ലേലൂയ, മൂലക്കല്ല്, ഹല്ലേലൂയ എന്നൊക്കെ പറയാം. ജീവനുള്ള കല്ല്, മൂലക്കല്ല് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഉയരത്തിൽ നിന്ന് ഉരുണ്ട് വന്ന ആരും തൊടാത്ത കല്ലെന്ന് പറയുന്നത്. ഈ കല്ലിനാണ് ഹല്ലേലൂയ കർത്താവിന് ഒരാലയം പണിയുന്നത്. ആലയം മൃഗങ്ങളുടെ മേലല്ല പണിയുന്നത്. ആലയം ഏതെങ്കിലും ഭൂമിയിലോ കല്ലുകൾ കൊണ്ടോ മണ്ണുകൊണ്ടല്ല പണിയുന്നത്. ആലയം പണിയുന്നത് എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവിനാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തില് ദേഹം, ദേഹി, ആത്മാവ്, 3 ഘടകങ്ങളുണ്ട്. അകത്തിരിക്കുന്ന മനുഷ്യനാണ് ഹല്ലേലൂയ സ്വത്രം. ഹല്ലേലൂയ, അവനെ നിഗൂഢ മനുഷ്യൻ എന്ന് പറയുക, അകത്തിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയും. അവനാണ് ശക്തി പ്രാപിക്കേണ്ടത് പറഞ്ഞ. അപ്പൊ അകത്തിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ആരാണെന്ന് അറിയാമോ? ഹല്ലേലൂയ, ദൈവ സാദൃശ്യപ്രകാരം, ദൈവ സ്വരൂപപ്രകാരം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ ദൈവ അകത്തിരിക്കുന്ന മനുഷ്യൻ. ഞാൻ പറയാം, ഇവിടെ ഒരാൾ മരിച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു, അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ആ അന്നമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ ആ റോസമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ ദാവീദ് കുട്ടി മരിച്ചുപോയി, അല്ലേ? അപ്പൊ ദാവീദ് മരിച്ചത് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ മരിച്ചുപോയത് ആരാ? അകത്തിരിക്കുന്ന ആത്മാവാണ് പോയത്. അപ്പൊ ഈ ലോകം അറിഞ്ഞോ അറിയാതെയോ ഹലെ ആത്മാവിനൊരു പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസഭ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അവന്റെ അകത്തിരിക്കുന്ന മനുഷ്യനാണ്. അകത്തിരിക്കുന്ന മനുഷ്യന് ആരാധന വേണം, അകത്തിരിക്കുന്ന മനുഷ്യന് പ്രാർത്ഥന വേണം, അകത്തിരിക്കുന്ന മനുഷ്യന് വചനം വേണം. എങ്കിൽ മാത്രമേ അവന് വളരുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നിന്റെ അകത്തെ മനുഷ്യൻ വളരണം, അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം, അകത്തെ മനുഷ്യൻ പവറായി തീരണം, അകത്തെ മനുഷ്യൻ അനുഗ്രഹത്തിലേക്ക് നടക്കണം. അപ്പൊ അതിന്റെ മേല് തൊട്ട് ഒന്നുകൂടി വായിച്ചാൽ എന്നാലേ ഇവർക്ക് മനസ്സിലാവത്തുള്ളൂ. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ അവന് മാത്രമുള്ളപ്പോൾ കുറ്റം അവന്റെ ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ മായാൽ സകല കാര്യം 18 വായിക്കും. അതിൽ വായിക്കുന്ന സഭയോട് അറിയിക്കാം. ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു വിഷയമുണ്ടെന്ന് വെച്ചോ, ആ കുടുംബത്തിനകത്ത് വിഷയം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ആ പ്രശ്നത്തെ പരിഹരിക്കണം. ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് സഭയുടെ അകത്ത് കൊണ്ടുവന്ന് ദൈവദാസിമാരിലൂടെ ആ പ്രശ്നത്തെ പരിഹരിക്കണം. എന്ന് വെച്ചാൽ ഈ പ്രശ്നം, വീട്ടിലെ പ്രശ്നം, സഭയുടെ പ്രശ്നം ലോകത്ത് കൊണ്ടുവന്നിടരുത്. പലപ്പോഴും സഭയുടെ കാര്യങ്ങൾ, സഭയുടെ അകത്ത് അല്ലെങ്കിൽ മനുഷ്യരാണ് നമ്മൾ വീണ്ടെടുക്കപ്പെടുവാൻ കാത്തിരിക്കുന്നവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണെങ്കിലും നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്ന മക്കളാണ്. അപ്പൊ നമ്മളിൽ പലപ്പോഴും ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാകാം. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ഈ കുറവുകളെ നികത്തേണ്ടത് സഭയുടെ അകത്തു തന്നെയാ. അത് പുറത്തു പോകുവാൻ പാടില്ല. സഭയുടെ കാര്യങ്ങൾ പുറത്തു പോകാൻ പാടില്ല. ഭവനത്തിലെ കാര്യങ്ങൾ പുറത്തു പോകുവാൻ പാടില്ല. അതെല്ലാം ക്രമീകരിച്ച് പോകണം. ഒന്ന്, സഭയുടെ അകത്ത് ഒരാൾക്ക് കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ആ മനുഷ്യനെ കുറിച്ച് എനിക്ക് വെളിപ്പെടുത്തി തന്നു, ആ സഹോദരിയെ കുറിച്ച് വെളിപ്പെടുത്തി തന്നു, അതിന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആ ദൈവദാസന്റെ അല്ലെങ്കിൽ ആ ദൈവമക്കളുടെ കുറവുകളെ ക്ഷമിച്ച് അവരെ നല്ല പാതയിൽ നടത്തണമെന്ന് നിങ്ങൾ രഹസ്യമായി പ്രാർത്ഥിക്കണം.
അതാണ്, എങ്കിൽ മാത്രമേ സഭ അനുഗ്രഹമാകത്തുള്ളൂ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കട്ടെ. പ്രാർത്ഥനാ വിഷയമാകട്ടെ, ഏതായാലും അത് പുറം ജാതികളുടെ ഇടയിലേക്ക്, പുറത്തുള്ള മനുഷ്യരുടെ ഇടയിൽ കൊണ്ടുവന്നിടാൻ പാടില്ല എന്നാണ് പറയുന്നത് പ്രാദേശിക സഭയോട് ദൈവം പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളും അങ്ങനെ ഓരോരുത്തരുമായിരിക്കട്ടെ. സഭയുടെ അകത്ത് ഓരോ വിഷയവും നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ ഓരോരുത്തരുടെയാണ് ഈ കൂട്ടായ്മ. അല്ല, ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്, ഇരിക്കാനുള്ള സ്ഥലമാണ് ഈ പ്ലേസ്. അതുകൊണ്ട് നമ്മൾ വളരെ ഒരുക്കത്തോടെ ആയിരിക്കണം. ഈ ദിവസത്തിൽ എനിക്ക് നല്ലൊരു ഒരുക്കം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു പുതുമ വേണമെന്ന്, എൻ്റെ ആലയത്തിന് ഒരു പുതുമ വരണം, ഒരു മാറ്റം വരണം, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിനൊരു വിശാലത വരണം, ഇതിനൊരു ഒരുക്കം വരണം എന്ന് നിങ്ങൾ ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മരുഭൂമിയിൽ നീരുറവ ഒഴുക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനി ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുക, അത് നിങ്ങൾ ചെയ്യണം. ആർക്കാ ചെയ്യുന്നത്? ഇവിടെ വന്ന് ആരാധിക്കാൻ വരുന്ന ദൈവജനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ പ്രാദേശിക സഭ മനസ്സിലായി. അതിന്റെ പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 15:4 വായിച്ചേ. സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ഈ സഭയെന്ന് ഒരു കൂട്ടം ജനം ശുശ്രൂഷയ്ക്കായി പല സ്ഥലത്ത് പോയി. ആ പോയവര് സഭയിലെത്തി. മനസ്സിലായോ? പോയവര് സഭയിലെത്തിയിട്ട് എന്താ പറയുന്നത്? അവരെ ചേർത്ത് പിടിച്ചതാരാ? അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സഭയിലുള്ളവരും അവരെ ചേർത്ത് പിടിച്ചു. അവരിലൂടെ നടന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങളൊക്കെ അവിടെ സഭയുടെ അകത്ത് വിവരിക്കുന്നതായി നമ്മൾ കാണുന്നു. നമ്മളിലൂടെ ഓരോരുത്തരിലൂടെ ഓരോ ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്നറിയാമോ? പോയിട്ട് സഭയുടെ അകത്ത് തന്നെ മടങ്ങി വരണം. അത് എപ്പോഴാണ് നിങ്ങൾ പോകുന്നത്? ആ പോയി കഴിഞ്ഞാൽ പിന്നെ സഭയിൽ വന്നിരിക്കണം. നമ്മുടെ സാക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ സാക്ഷ്യം എന്താ? ഹല്ലേലൂയ എന്ന് കഴിഞ്ഞ നാള് ദൈവം നമ്മളെ എല്ലാവരെയും നടത്തും. ആരെയാ നടത്താത്തത്? ഇവിടെ പ്രാർത്ഥിക്കാത്തവർ നടക്കുന്നില്ല, ഇവിടെ ഭിക്ഷക്കാർ നടക്കുന്നില്ല. അവരെ നോക്കിയാൽ ലക്ഷങ്ങൾ അവരുടെ കയ്യിലുള്ളത്. നമുക്ക് അവർ ഭിക്ഷക്കാരാണെന്ന് തോന്നുന്നത്. അപ്പൊ ഇവരെല്ലാരും നടത്തുന്നുണ്ട്. പക്ഷേ എന്നിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വമായി തീരുവാൻ എന്നിലൂടെ എന്തൊക്കെ പ്രവർത്തിച്ചു? ഒരാഴ്ചക്കട്ടം, ഒരു മാസക്കാലം, ഒരു വർഷക്കാലം എന്ത് പ്രവർത്തിച്ചു എന്ന് നമ്മൾ നോക്കും. ബാങ്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തൊക്കെ നമ്മൾ നോക്കാൻ എത്രയോ, അല്ലെങ്കിൽ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ നോക്കും, ബാലൻസ് ഉണ്ടോ എന്ന് നോക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിന് എന്തൊക്കെ ചെയ്തു. പണം കൊടുത്തൊന്നുമല്ല എൻ്റെ വിഷയം. എനിക്കെല്ലാം ഉയരത്തിൻ്റെ കാര്യമേ പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഈ ചോദ്യത്തിന് ആൻസർ ഉണ്ടാകണം. ഞാൻ പറയാം, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ? ആണോ? ഞാൻ പറഞ്ഞ സ്വർഗത്തിൽ പോയിട്ട് ഒരു കാര്യമേ ഇല്ല. ഹല്ലേലൂയ. നാണം കെട്ട് വായി നോക്കി ഇരിക്കാനേ പറ്റത്തുള്ളൂ. പലരും കിരീടം കൊണ്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, രത്നങ്ങൾ കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ലജ്ജിച്ച് നാണം കെട്ട് വിഷമിച്ച് ഭാരപ്പെട്ടു പോകും. ഞാൻ പറയുന്ന സത്യം പറഞ്ഞ സ്വർഗത്തിൽ ഞാൻ പോയാൽ എനിക്ക് സന്തോഷം കിട്ടുമെന്ന് എനിക്ക് പോലും സംശയമാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ വാക്കുകളൊക്കെ നിങ്ങൾ വേറെ രീതി ചിന്തിക്കല്ലേ. ഞാനൊരു ആത്മീയ ഉത്തേജനം തരുവാൻ വേണ്ടി പറയാം. സ്വർഗത്തിൽ ചെന്നാൽ എനിക്ക് സന്തോഷം കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ്. ചിലപ്പോൾ കിരീടമൊക്കെ കിട്ടാൻ വേണ്ടി അവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ 1-2 പേരെയൊക്കെ സ്നാനപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്, രക്ഷിക്കപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധി ഇരിക്കുമ്പോൾ, എൻ്റെ സഹോദരൻ രക്ഷിക്കപ്പെടാതെ നരകത്തിൽ പോകുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ കുടുംബം നരകത്തിൽ കിടക്കുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ ചർച്ചക്കാര്, എൻ്റെ ബന്ധുമിത്രാദികള്, ഹല്ലേലൂയ സ്തോത്രം, നരകത്തിൽ കിടക്കുമ്പോൾ എനിക്ക് ഇവിടെ ശ്രദ്ധിക്കണം. അവരവിടെ ഇരുന്നോളും. ഹല്ലേലൂയ. നിങ്ങൾ ഇരുത്തണ്ട, നിങ്ങളുടെ സ്ഥലത്ത് അവരിരിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. എന്നെ വേണ്ടപ്പെട്ടവര്, നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കിട്ടുമ്പോൾ, ഒരു നല്ലൊരു ആഹാരം കിട്ടുമ്പോൾ, നിങ്ങളുടെ തലമുറകൾ ഇവിടെ ഇല്ലെന്ന് വെച്ചു, നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ ഒരു ആഗ്രഹം തോന്നത്തില്ലേ? തോന്നും.
അതുപോലെ സ്വർഗത്തിന്റെ ഒരു അനുഭവമൊക്കെ കാണുമ്പോൾ ദൈവമേ, എൻ്റെ സഹോദരൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ സഹോദരി രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ ചാർച്ചക്കാർ രക്ഷിക്കപ്പെട്ടില്ല, എൻ്റെ കൂട്ടുകാരോട് ഞാൻ സുവിശേഷം പറഞ്ഞില്ല, അവരുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് അവർ നരകത്തിൽ പോയത്. അപ്പൊ സ്വർഗത്തിൽ നിനക്ക് സന്തോഷം കിട്ടുമെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ആത്മാക്കളെ നേടിയില്ലെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ദേശത്ത് ആത്മാക്കളെ നേടിയില്ലെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ സന്തോഷം കിട്ടുമോ എന്ന് സംശയ. പിന്നെ പൊത്തുപരുത്തത്തിൽ നമുക്ക് പോകാം. ട്രെയിനിനകത്ത് പല ഇതുണ്ട്, കമ്പാർട്ട്മെന്റുകളുണ്ട്. AC ഉണ്ട്, AC തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. തേർഡ് ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. റിസർവേഷൻ ഉണ്ട്, ലോക്കൽ ഉണ്ട്. ഹല്ലേലൂയ. പിന്നെ വേണമെങ്കിൽ ഞാനും വലിഞ്ഞൊക്കെ പോകാം. ഇതുപോലെ ഒരു ട്രെയിനിൽ വലിഞ്ഞു കയറാനല്ല നമ്മളിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരണം, ദൈവത്തിന് വേണ്ടി എരിയുന്നവരായി തീരണം. അതുകൊണ്ട് സ്വർഗത്തിൽ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധി പറയ, കർത്താവേ, എനിക്കൊരു കൂട്ടം ആത്മാക്കളെ നേടണം. ഓരമന കർത്താവിന്റെ വരവിന്റെ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ നേടുവാൻ എൻ്റെ മേലൊരു അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സഭയുടെ അകത്ത് അപ്പോസ്തലന്മാര് ഇവരെ ചേർത്ത് പിടിച്ചു. ശുശ്രൂഷകർ പോയി വന്ന് പറഞ്ഞപ്പോൾ അവര് സഭയുടെ അകത്ത് വന്ന് സാക്ഷ്യം പറയുക. അവരിലൂടെ അത്ഭുതം നടന്നു, അടയാളം നടന്നു, വീര്യപ്രവൃത്തികൾ നടന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം പറയുകയാണ്. ഇതാണ് സഭയുടെ അകത്ത് സാക്ഷ്യമായി വരേണ്ടത്. ഹല്ലേലൂയ. എപ്പോഴും നമ്മളെ നടത്തും. നമ്മൾ പട്ടിണിയാണോ? സർക്കാർ നമുക്ക് റേഷൻ തരുന്നില്ലേ? ഹല്ലേലൂയ. മറ്റു കാര്യങ്ങളൊക്കെ പെൻഷൻ തരുന്നില്ലേ? അപ്പൊ അത്യാവശ്യമൊക്കെ പോകാൻ പറ്റും, പണിയൊക്കെ ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇതൊന്നും അല്ല സാക്ഷ്യം. സാക്ഷ്യം കർത്താവിന് പ്രയോജനപ്പെടുന്ന സാക്ഷ്യമാകണം. കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നതായിരിക്കട്ടെ. ദൈവം നിന്നെ അത്ഭുത വിടുതൽ എന്ന സാക്ഷ്യം പറയണം. നിന്റെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ മനുഷ്യരാൽ നടക്കാത്ത കാര്യം ദൈവത്താൽ സാധ്യമാക്കിയ കാര്യത്തിന് നീ സഭയെ സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. നിന്നെ ഒരു ദൈവം വിടിവിച്ചെങ്കിൽ അത് മറ്റുള്ളവരോട് സാക്ഷ്യം പറയണം, സഭയിലും പറയണം. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സഭയുടെ അകത്ത് സാക്ഷ്യങ്ങൾ പറയുവാനിടയാതെ ഇവിടെ വന്നു. ഇത് നോക്കണമേ, ശുശ്രൂഷ പലപ്പോഴും ഇവര് വന്നോട്ട് പറയുകയാണ്. അത് നമുക്കറിയാം. വേറൊരു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം, യേശുവിന്റെ അടുത്ത് വന്ന ശിഷ്യന്മാരെല്ലാം ഹല്ലേലൂയ പറയാ, കർത്താവേ, നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയതിൽ സന്തോഷിക്കുക. അതിന് തൊട്ടു മുമ്പ് പറയുന്നത് എന്താണെന്നറിയാമോ? ആകാശത്തിൽ നിന്ന് സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. ചില ഇവർ ശുശ്രൂഷ ചെയ്തെങ്കിലും ഇവർക്ക് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ മാത്രം പറ്റുന്ന കണ്ടു പറഞ്ഞു. പക്ഷേ അന്തരീക്ഷ മണ്ഡലത്തിലൂടെ സാത്താന്യ ശക്തികൾ തകർന്നു വീഴുന്നത് കണ്ടില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിലും അതാണ് ആഗ്രഹിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ അതാണ് ആഗ്രഹിക്കുന്നത്. ഓ സാത്താന്യ ശക്തിയുടെ അവൻ തകരുകയോ. സാത്താന്റെ ബലത്തെ അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ ബലത്തെ ഇല്ലാതാക്കുവാൻ നമുക്ക് കഴിയും. എങ്ങനെ കഴിയും? ഒരാത്മാവിനെ രക്ഷയിൽ കൊണ്ടുവരുമ്പോൾ അവന്റെ ബലം കുറയുക. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ശക്തി കുറയുക. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവർ, ഓസിക്കുന്നവർ അതിനുവേണ്ടി ഒരുങ്ങട്ടെ. സഭയിൽ അങ്ങനെ ഒരു വളർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 14:27 വായിച്ചേ മാമ. സഭ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതോ അറിയിച്ചു. കണ്ടോ? ജാതികളിലേക്ക് കർത്താവിന്റെ സുവിശേഷം. ജാതികൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജാതികളാണ്. നമ്മളെല്ലാം ദൈവമില്ലാതെ കിട്ടിയതിനെയൊക്കെ പ്രാർത്ഥിച്ചു ആരാധിച്ചും പോയവരായിരുന്നു നമ്മളോരോരുത്തരും. എന്നാൽ ആ വാതിൽ തുറന്നു കിട്ടിയപ്പോൾ നമ്മൾ ആ വാതിലിൽ പ്രവേശിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് അനേകർ പ്രവേശിക്കാൻ പോകുന്നു. സ്വത്രം ചെയ്തിട്ട് ഈ വാതിൽ തുറക്കുക. ഇതങ്ങ് തുറക്കുക. സുവിശേഷത്തിന്റെ വാതിൽ നിങ്ങളോട് തുറക്കുക.
തുറക്കട്ടെ, തുറക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. സുവിശേഷത്തിന്റെ വാതിൽ തുറക്കട്ടെ, സുവിശേഷത്തിന്റെ വാതിൽ തുറക്കട്ടെ, സുവിശേഷത്തിന്റെ വാതിൽ തുറക്കട്ടെ. രണ്ട്, ഹല്ലേലൂയ, ആഗോള സഭ. ഒന്ന് പ്രാദേശിക സഭയാ പറഞ്ഞത്. ഈ സഭയിലുള്ളവർ പോയിട്ട് പ്രവർത്തിച്ച് ദൈവത്താൽ സുവിശേഷം പറഞ്ഞു അവിടുന്ന് രക്ഷിക്കപ്പെട്ടെങ്കിൽ അത് നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നെങ്കിൽ അത് എല്ലാ സഭയുടെ അകത്ത് പറയുന്ന പ്രാദേശിക സഭയായിട്ട് നമ്മൾ പറയാം. ഹല്ലേലൂയ. ഇത് ഒരു കൂട്ടായ്മ. നമ്മൾക്ക് 60, 70, 80, 100 പേര് വന്നാൽ, 1000 പേര് വന്നാൽ ഇരിക്കുന്ന സ്ഥലം വേണം. അത് മാത്രമാണ് ഈ കെട്ടിടം. അത് മാത്രമാണ് കെട്ടിടം. ഇതൊരു മാളിക മുറി മാത്രമേ ഉള്ളൂ. സഭ ഞാനാണ്. സ്വന്തം പറഞ്ഞേ, കർത്താവിന്റെ ശരീരമാകുന്ന സഭ ഞാനാണ്. കർത്താവിന്റെ ശരീരമാകുന്ന സഭ ഞാനാണ് എന്ന് പറഞ്ഞേ. കർത്താവിന്റെ ശരീരമാകുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദി, അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ കൈ ഒന്ന് പിടിക്കാൻ അവസരം കിട്ടിയാൽ ഹല്ലേലൂയ നിങ്ങൾ പോയി പിടിക്കത്തില്ലേ? അയ്യോ, നമ്മുടെ പ്രധാനമന്ത്രിയാണത്. നിങ്ങളാരും വേറെ ഒന്നും ചിന്തിക്കണ്ട. ഞാൻ പക്കാ BJP കാരനാണ്. അയ്യോ, എല്ലാവരുടെ മുഖം മാറിയോ? ഞാൻ പക്കാ BJP കാരനാണ്. ഞാൻ BJP കാരനാണ്. എന്താ സംശയമുണ്ടോ? അതുകൊണ്ടല്ലേ നരേന്ദ്രമോദിയോട് പേര് പറഞ്ഞെന്നാണെന്ന് നിങ്ങൾ ചിന്തിച്ചേ. ഞാൻ പക്കാ BJP കാരനാണ്. BJP എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? ബൈബിൾ, ജീസസ്, പാർട്ടി. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്നാൽ നമ്മളെന്ത് ചെയ്യും? കൈ കൊടുക്കും അല്ലേ? കൊടുക്കും അല്ലേ? തീർച്ചയായിട്ടും കൊടുക്കും. തന്നു കഴിഞ്ഞാൽ കൊടുക്കും. അദ്ദേഹത്തിനോട് കൂടെ ഇരിക്കാൻ അവസരം തന്നാലോ കൊടുക്കും. അദ്ദേഹത്തിന്റെ ആ ഭവനത്തിനകത്ത് ഒരാളാകാൻ വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പോകും അല്ലേ? ഭർത്താവിനെ കളഞ്ഞിട്ട് പോകുന്നത്, മക്കളെ കളഞ്ഞിട്ട് പോകുന്നത്. മക്കൾ വന്നാലും ഭർത്താവ് വന്നാലും ഞാൻ ആ സ്ഥാനത്ത് പോയിരിക്കാൻ തയ്യാറാകും. അതാണ് വേണ്ടത്, അതാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, മഹാകരുണയുള്ള ദൈവം, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ കൂടെ ഇരിക്കുവാൻ ഹല്ലേലൂയ നിങ്ങളെ വിളിച്ചാൽ ആ വിളിയിലേക്ക് വരുന്നവരാണ് സഭ. അതാണ് സഭ. സ്വത്രം പ്രിയപ്പെട്ടവരെ. അപ്പൊ സഭ എന്ന് പറഞ്ഞാല് ഞാനും നിങ്ങളും ചേരുന്ന ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. കർത്താവ് ഒരിടത്ത് മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:23 പറഞ്ഞു, എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ക്രിസ്തുവേശുവിന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ക്രിസ്തു ആരാ? നമ്മുടെ സഭയുടെ തലയായിരിക്കുന്നു, ഹെഡായിരിക്കുന്നു. ഈ ഹെഡിനാണ് അല്ലെ നമ്മുടെ തലയല്ലേ പലതും ചിന്തിക്കാൻ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലേ? ഇത് ക്രിസ്തുവാ, നമ്മൾ ശരീര. ഹല്ലേലൂയ. ഒരാൾ വീഴുമ്പോൾ ഓടിപ്പോയി എടുക്കാൻ തോന്നുന്നത് നമ്മുടെ തല നമ്മുടെ കൈകൾക്ക് സിഗ്നൽ തരുന്നത് കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മുടെ ശിരസ്സാ. സഭയുടെ ശിരസ് എന്ന് പറയുന്നത് ഹല്ലേലൂയ, യേശു കർത്താവാണ്. നമ്മൾ യേശുവിന്റെ ശരീരമാണ്. അതോടെ പറഞ്ഞത് എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ നിറവ് എവിടാ കൊടുത്തിരിക്കുന്നത്? സഭയ്ക്കാ കൊടുത്തിരിക്കുന്നത്. ക്രിസ്തുയേശുവിന്റെ ശരീരമായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമാണ് വന്നിരിക്കുന്നത്. സ്തോത്രം ചെയ്യും. സന്തോഷമില്ല. നിങ്ങളിലൂടെ നിറവ് വെളിപ്പെടണം. നിങ്ങളിലൂടെയാണ് ദൈവ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലൂടെയാണ് ദൈവം വീരപ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലൂടെയാണ് രോഗികൾ സൗഖ്യമാകുന്നത്. നിങ്ങളിലൂടെയാണ് അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്നറിയത്തില്ല. ക്രിസ്തു തലയായിരിക്കും. എന്റെ തല ഇപ്പൊ ക്രിസ്തുവാ. ഈ തല പറയും നീ എന്ത് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. ഈ ശരീരത്തിലൂടെയാണ് ഈ തലയിൽ വന്ന നിറവ്. ഈ ശരീരത്തിലൂടെ ദേശത്ത് അയലോകത്ത് ഇന്ന് പറയും, ഞാൻ കർത്താവിന്റെ ശരീരമാകുന്നു, അതുകൊണ്ട് എൻ്റെ മേലൊരു നിറവുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞ വിശ്വാസത്തോട് പറഞ്ഞേ, ഞാൻ കർത്താവിന്റെ ശരീരമാകുന്നു, കർത്താവിന്റെ ശരീരമാകുന്ന സഭയാകുന്നു, അവന്റെ അവയവമാകുന്നു. അതിൽ എനിക്കൊരു നിറവുണ്ട്.
ആ നിറവ് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ദൈവം നിറവ് തന്നു, കൃപമേൽ കൃപ ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കൃപയിൽ നിങ്ങൾ ആശ്രയിച്ച് മുന്നേറണം. അപ്പൊ ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ കണ്ടത് എന്താ വായിച്ചത്? പ്രവൃത്തിയുടെ പുസ്തകം 20:20 വായിച്ച മാമ ആഗോള സഭയെ കുറിച്ച് പറഞ്ഞു. ആഗോള സഭ 20:28 നിങ്ങളെ തന്നെ തന്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്നു. ആ ആട്ടിൻകൂട്ടത്തെ മുഴുവനും. ഓക്കെ, അപ്പോ ഇത് ഇവിടെ പറയുന്ന വചനം പൗലോസ് അല്ലെങ്കിൽ ലൂക്കോസിലൂടെ അത് വെളിപ്പെടുത്തുന്നത് ഹല്ലേലൂയ പ്രാദേശിക സഭയല്ല ഉദ്ദേശിച്ച്, ഒരു വ്യക്തിയെ മാത്രമല്ല ഉദ്ദേശിച്ച്, 6 വൻകരകളിലുള്ള കർത്താവിന്റെ ശരീരമായിരിക്കുന്ന സഭയെ കുറിച്ച് ഓർത്തിരിക്കുന്നത്. സ്തോത്രം സ്തോത്രം. സഭയെ കുറിച്ചിരിക്കുക. അത് ആ വചനം ഒന്നും കൂടി വായിക്കാമോ? ആ വചനം ഒന്നും കൂടി വായിക്കാമോ ഇവർക്ക്? നിങ്ങളെ തന്നെയും യേശു സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്നു. ദൈവദാസന്മാരെ അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുക. അതിൽ സമ്പാദിച്ചതിനെ പരിപാലിക്കുവാൻ. അതാണ് 6 വൻകരകളിൽ. അപ്പൊ ആഗോള സഭ, പ്രാദേശിക സഭ. പ്രാദേശിക സഭ ഈ കൂട്ടായ്മ പോലെ ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൂട്ടായ്മകളുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വയനാട്ടിലുണ്ട് കൂട്ടായ്മ, ഇതുപോലെ കൂട്ടായ്മകൾ. എന്നാൽ ആഗോള സഭയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 16:18 വായിക്കുമ്പോഴും അവിടെയും കാണുന്നത് ആഗോള സഭയെ കുറിച്ച് പറഞ്ഞത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. എന്താണ് പാതാള ഗോപുരത്തിന് ഈ സഭയെ ജയിക്കാൻ പറ്റത്തത്? എൻ്റെ മണ്ണിലാണ് പണിതതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഈ തൊലിയിലാണ് സഭ പണിയുന്നെങ്കിൽ ഇതിനെ തകർക്കാൻ ഒരു അണു മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാക്ടീരിയ മതി, അല്ലെങ്കിൽ ഒരു കൊതുക് മതി ഈ സഭ ഇല്ലാതാക്കാൻ. 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ഹല്ലേലൂയ അമേരിക്ക എന്തിട്ടു? അണുബോംബിട്ടു. അനേക ജനങ്ങൾ മരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അനേകര് ഇന്നും ഹല്ലേലൂയ അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഇവിടെ ഭൂമിയിൽ ഒരു സഭയാണ് കർത്താവ് പണിയുന്നെങ്കിൽ ഇന്നത്തെ വൻകിട രാജ്യങ്ങൾ അണുബോംബുകളും അണു ആയുധങ്ങളും ഹല്ലേലൂയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിട്ട സഭ തകരും. എന്നാൽ ഒരിക്കലും തകരാത്ത, ഒരിക്കലും തകർക്കാൻ പറ്റാത്ത, ഒരു പൈശാചികനും തകർക്കാൻ പറ്റാത്ത, ഒരു പാതാള ഗോപുരത്തിനും തകർക്കാൻ പറ്റാത്ത, ഒരു സ്ഥലത്താണ് ദൈവസഭ സ്ഥാപിച്ചത്. ഇവിടെ ഇനി അണുബോംബിട്ടാണ്. ഇവിടുത്തെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കൊണ്ടുവന്ന് അണുബോംബ് ഈ ലോകത്ത് മുഴുവനും വർഷിച്ചാലും ഹല്ലേലൂയ കർത്താവിന്റെ സഭ നിലനിൽക്കും. പാതാള ഗോപുരത്തിനും അന്ധകാര ശക്തിക്കും ജയിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് കർത്താവിന്റെ സഭ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതെവിടെ കർത്താവിന്റെ സഭ സ്ഥാപിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ നമ്മുടെ അകത്തെ ആത്മാവിൽ. സഭ എവിടെ ഇരിക്കുന്നത്? അകത്തിരിക്കുന്ന മനുഷ്യനിൽ. ദൈവ സാദൃശ്യപ്രകാരം, ദൈവസ്വരൂപ പ്രകാരം സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യനിലാണ് ദൈവത്തിന്റെ സഭ ഇരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞ ചിലപ്പോൾ ആഭിചാരം അല്ല, മനുഷ്യനാണെങ്കിൽ ആഭിചാരത്തിലോ അല്ലെങ്കിൽ മറ്റു പ്രവൃത്തികളോ കുറച്ചു പേര് വന്ന് തള്ളിത്തൊക്കെ ഇടിച്ചു കളയാം. ഈ ബിൽഡിംഗ് വേണമെങ്കിൽ തിടിച്ചു കളയാം, അവർക്ക് വേണമെങ്കിൽ നമ്മളെ കൊന്നു കളയാം. പക്ഷേ കർത്താവിന്റെ സഭ എന്റെ അകത്ത മനുഷ്യനിലാണ് പണിതിരിക്കുന്നത്. ലോകം കണ്ടാതിൽ
ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു. എന്താണ്? കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുക. കന്യക ഗർഭം ധരിക്കുന്നത് ലോകത്ത് നടക്കാത്ത കാര്യമാണ്. ഹല്ലേലൂയ. ആണ് പെണ്ണായും പെണ്ണാണായും ഇവിടെ തലമുറകൾ ജനിക്കാം, അതൊക്കെ ഉണ്ടാകാം. ഹല്ലേലൂയ. അതൊക്കെ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു കന്യക ഒറ്റയ്ക്കിരുന്ന് ഗർഭം ധരിക്കാൻ പറ്റത്തില്ല. അവിടെ ഗർഭം ധരിക്കണമെങ്കിൽ അതിശക്തമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. അത് ഭൂമിയിൽ ഹല്ലേലൂയ വെളിപ്പെട്ട ഒരിടത്ത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നസ്രയനായ യേശുവിന്റെ അമ്മയായിരിക്കുന്ന മറിയയിൽ മാത്രം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി അഭിഷേകം ദൈവം തരാറുണ്ട്. ഒരു ആത്മീയ പുതപ്പ് ഇതിനകത്ത് ദൈവം തരാൻ പോകുന്നു. അസാധാരണമായ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി സമയ ദൈവ പുറത്തെ കൊണ്ടുവരാനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കന്യക ഗർഭം ധരിച്ച് പുരുഷനെ കൂടാതെ ഹല്ലേലൂയ ഒരു തലമുറ ഹല്ലേലൂയ ഒരു മകനെ ജനിപ്പിച്ചു. അതാണ് ലോകം, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ അതിനും വലിയൊരു അത്ഭുതം ഇവിടെ നടക്കണം. അതിനും വലിയൊരു അത്ഭുതം നടക്കും. എന്താണ്? ബഹിരാകാശത്ത് പോയി താമസിക്കുന്നതാണോ? അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയി സ്ഥലം മേടിച്ച് വീട് വെക്കുന്നതാണോ അത്ഭുതം? അല്ല, വലിയൊരു അത്ഭുതം നടക്കാൻ പോകുന്നു. എന്താണ്? അല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ ഹല്ലേലൂയ പ്രാദേശിക സഭകളായിരിക്കുന്ന ആഗോള സഭകൾ കർത്താവിന്റെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരുമിച്ച് ആകാശ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ഒരു വലിയ സഭ. ലോകത്തിലെ ഒരു മനുഷ്യനും മറയ്ക്കാൻ കഴിയാത്ത രീതി, ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാത്ത രീതി ഒരു അത്ഭുതം ഈ ലോകത്തിന് വേണ്ടി, ലോകത്തിലെ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നുണ്ട്. ഈ അത്ഭുതത്തിലേക്കാണ് ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ടവർ കടന്നു വന്നിരിക്കുന്നത്. ഈ അത്ഭുതം കാണുവാൻ വേണ്ടി മുറുകെ പിടിച്ചു നിന്നാൽ അത് നിശ്ചയമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അന്ന് അത് നിശ്ചയമായിട്ട് ആ അത്ഭുതത്തിന്റെ പങ്കാളിത്തം വഹിക്കുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ബിൽഡിങ് ദൈവം ഇവിടെ പണിതുകൊണ്ടിരിക്കുക. ഈ പണി എന്നോ തുടങ്ങിയെന്നറിയാമോ? 2000 വർഷം മുതൽ പണി തുടങ്ങിയതാ. മർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ച്, മർക്കോസിന്റെ മാളിക മുറിയല്ലേ അതെ, മർക്കോസിന്റെ മാളിക മുറി മുതൽ ഇതിന്റെ പണി ആരംഭിച്ച തീർന്നിട്ടില്ല. തീരണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അതിന് ശ്രമിക്കണം. ഇനി അകത്തെ ആത്മാവ്, ഇതിലാണ് ദൈവസഭ പണിയുന്നത്. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ഈ ആത്മാവ് രക്ഷിക്കപ്പെട്ട ആത്മാവിനോട് ചേർത്ത് പരിശുദ്ധാത്മാവ് പണിയാ. സ്തോത്രം. നമ്മുടെ സഭ എന്ന് പറയുന്നത് ഇവിടെ അല്ല സഹോദരങ്ങളെ, 6 വൻകരകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം 6 വൻകരകൾക്കാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ, ഞാൻ 6 വൻകരകൾക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ എന്നെ കൊണ്ടുപോയി നിർത്തിയാൽ അവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാ. ഞാൻ വയനാട്ടിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാ. ഞാൻ പത്തനംതിട്ട പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടിയാ പ്രസംഗിക്കുന്നത്. എൻ്റെ പോരാട്ടം അന്ധകാര മണ്ഡലത്തോടാണ്. ഹല്ലേലൂയ. എനിക്കെതിരായി, സഭയ്ക്കെതിരായി, വ്യക്തികൾക്കെതിരായി നിൽക്കുന്ന സകല പൈശാചിക മണ്ഡലത്തോട് എനിക്ക് പോരാട്ടമുള്ളത്. അതുകൊണ്ട് അവനെ ജയിക്കണമെങ്കിൽ എൻ്റെ വചനം ദേശത്ത് പരക്കണം, എന്നിലൂടെ സുവിശേഷം ദേശത്ത് പരക്കണം, എന്നിലൂടെ ശുശ്രൂഷ ദേശത്ത് പരക്കണം, എന്നിലൂടെ അനേക സ്ഥലങ്ങളിൽ യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തണമെങ്കിൽ ഞാൻ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഇവിടെ നോക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവര്. ഹല്ലേലൂയ. സ്വത്രം. അതിന് താപ്പോട്ട് വായിച്ച മമ്മേ അല്ല, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:21 മുതൽ 22 വരെ വായിച്ചേ. പ്രാദേശിക സഭ, ആഗോള സഭയെ കുറിച്ച് പറയുന്ന വായിച്ചേ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21 മുതൽ. ഇവിടെ നോക്കണേ, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ. അപ്പൊ നിങ്ങളെ ആരാ പണിയുന്നത്? അപ്പോസ്തലനും പ്രവാചകനുമാണ് പണിയുന്നത്. നല്ലൊരു മൂലക്കല്ല് അത് ക്രിസ്തുവാണ്. നമ്മൾ വീട് പണിയുമ്പോൾ എന്ത് ചെയ്യും? കല്ലിട്.
ഇപ്പം അതെല്ലാം മാറി എന്തായി, ഫില്ലറാക്കി. അതിന് പുറത്താണ് ഇതെല്ലാം പണിയുന്നത്. എങ്കിലും അതിനൊരു പ്രത്യേകമാണുണ്ട്. ഈ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. മൂലക്കല്ലിനൊരു പ്രത്യേകതയില്ലേ, അതടിച്ച് മിനുസമാക്കിയതാ. ഹല്ലേലൂയ. ഈ കല്ലിലെ പണിയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഈ കല്ല് ശരിക്ക് ഗാഗുൽത്തായിൽ കിടന്ന് മിനുസം പ്രാപിച്ച കല്ല. ഓ ഹോളി സ്പിരിറ്റ് യാതൊരു ഓ റിബാറബ ഷാറബ ഗദസമര മുതൽ ഗാഗുൽത്താ മലയിൽ ക്രൂസിൽ കിടന്ന് ഹല്ലേലൂയ മിനുസം പ്രാപിച്ച ഒരു കല്ലിനെയാണ് നിങ്ങൾ പണിയപ്പെടുന്നത്. ഹല്ലേലൂയ. നോക്കണമേ, എന്നിട്ട് പറയാം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ബാക്കി കല്ല് പറക്കി വെക്കാൻ മേശരിമാരാണ്. ആര്? അപ്പോസ്തലന്മാർ. മേശരിമാരാണ് പ്രവാചകന്മാർ. പിന്നെ ആ കല്ലിനെ വീണ്ടും ഒന്നുകൂടി ഒരുക്കാനും എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഹല്ലേലൂയ ഇടയന്മാരും ഹല്ലേലൂയ സ്തോത്രം ഉപദേഷ്ടാക്കന്മാരെയും ദൈവമാക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം സ്തോത്രം. ഒരു സഭയുടെ അകത്ത് 5 തര ശുശ്രൂഷ അല്ലെങ്കിൽ 4 തര ശുശ്രൂഷ വെളിപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മുടെ കൂട്ടായ്മ വളരത്തുള്ളൂ. ഹല്ലേലൂയ. പ്രവാചകന്മാർ സഭയുടെ അകത്ത് വരണം, അപ്പോസ്തലന്മാർ സഭയുടെ അകത്ത് വരണം. ഹല്ലേലൂയ. സഭയുടെ അകത്ത് ഇടയ ശുശ്രൂഷ ഉണ്ടാകണം. ഹല്ലേലൂയ. സഭയുടെ അകത്ത് ഉപദേഷ്ട ശുശ്രൂഷ ഉണ്ടാകണം. കൃപാവര പ്രാപ്തർ കടന്നു വരണം, കൃപാവര ശുശ്രൂഷ വേണം. എങ്കിൽ മാത്രമേ അകത്ത മനുഷ്യന് വളരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി പറയാം. എന്നിട്ട് പറയാം വച്ചമ്മേ, അവനിൽ ഇവിടെ ശ്രദ്ധിക്കണേ, അവനെ കെട്ടിടം മുഴുവനും. അപ്പൊ കെട്ടിടം, സഭ എന്താ? കെട്ടിടമാണ്. സഭ എന്താ? കെട്ടിടം. കെട്ടിടം അവനിൽ. അവനെന്ന് പറയുമ്പോ ആരിടാ? ക്രിസ്തുവിൽ. ഇവിടെ ബൈബിളില് പലയിടത്തും അവൻ എന്നൊക്കെ പറയുന്നിടത്തെല്ലാം ക്രിസ്തുവിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോ ക്രിസ്തുവിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് അല്ലേ കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുക. അപ്പൊ കർത്താവിന്റെ മന്ദിരമാരാ? നമ്മളാണ് ചർച്ച്, അല്ലെങ്കിൽ നമ്മളാണ് ക്ഷേത്രം. ഹല്ലേലൂയ സ്തോത്രം ചെയ്തട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നമ്മളിലാണ് ദൈവസഭ പണിയുന്നത്. ദൈവത്തിന് വസിക്കാൻ ഒരു ആലയം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഓരോരുത്തരും. ഇവിടുത്തെ മൃഗങ്ങളെ തെരഞ്ഞെടുത്തില്ല. നമ്മളെയൊക്കെ കഴിവുള്ള മൃഗങ്ങളില്ലേ? ആനയില്ലേ? നമ്മളെക്കാൾ ഹൈറ്റുള്ള പിന്നെ ജിറാഫില്ലേ? നമ്മളെക്കാൾ കരയേക്കാൾ വലിപ്പമുള്ള തിമിംഗലങ്ങളുണ്ട് അല്ലേ? വലിയ ജീവികൾ ഇവിടെ ഉണ്ട്. അതിനൊന്നും തെരഞ്ഞെടുത്തില്ല. ഹല്ലേലൂയ. അൻസ്നം കെട്ട നമ്മളെ അവന്റെ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങി അവന്റെ സഭയുടെ പങ്കാളിത്തം വഹിക്കാൻ വിളിച്ച പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. അപ്പൊ ദൈവം എവിടെ ഉണ്ട്? ദൈവം എവിടെ ഉണ്ട്? ദൈവം എവിടെ ഇറങ്ങി വരിക? ദൈവം എവിടെ ഇറങ്ങി വരിക? ഇന്ന് ഹല്ലേലൂയ സ്തോത്രം. അമ്പലമുക്കിൽ ദൈവത്തിനൊന്ന് പ്രവേശിക്കണമെങ്കിൽ അവിടെ ഞാനോ നിങ്ങളോ ഓരോരുത്തരും ഉണ്ടാവണം. അവിടെ ദൈവം ഇറങ്ങത്തുള്ളൂ. അവിടെ ദൈവം വരിക. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ നിവാസമാണ്, നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാണ്, നിങ്ങൾക്ക് ദൈവത്തിന്റെ കെട്ടിടമാണ്. അപ്പൊ ദൈവത്തിന് ഇപ്പം കൊട്ടാരക്കര ഇരിക്കുമ്പോൾ ദൈവത്തിന് ഇറങ്ങണം. അവിടെ ഒരാളില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ദൈവം എന്നിലൂടെ അവിടെ ഇറങ്ങുന്നത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന്, ദേശത്ത് നിങ്ങളെ അയച്ച് ദൈവം പ്രവർത്തിക്കുമെന്ന്, കുടുംബങ്ങളിൽ ദൈവം നിങ്ങളെ അയച്ച് പ്രവർത്തിക്കുമെന്ന്. ഓ, നിങ്ങൾ ദൈവത്തിന്റെ നിവാസവും ദൈവത്തിന്റെ ശരീരമാകുന്നു. അപ്പോൾ ഇത് കെട്ടിടം. അപ്പൊ ഇത് പണിതിരിക്കുക. ഇത്രേ പണിതുള്ളൂ. ഇതിന് വേള ഇനിയും കട്ട വെച്ച് പണിയാനുണ്ട്. മനസ്സിലായോ? ഈ കട്ട പണിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സ്വത്രം സ്വത്രം. എൻ്റെ കട്ട ഇതല്ല. ഈ കട്ട പണിയണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഭൗതികമായി നിങ്ങൾ തോന്നുന്നത് ചെയ്തോണം. ഞാൻ പറഞ്ഞ ഈ കട്ട ഇതിന് ബാക്കി കെട്ടണം. ഇത് കെട്ടുമ്പോഴാണ് ശരീരം പൂർത്തീകരിക്കുന്നത്. ഈ ബിൽഡിംഗ് മുഴുവനും കെട്ടി തീർക്കുമ്പോഴാണ് ഇത് ഒരു ഹോളിന്റെ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അത് മറയ്ക്കപ്പെടുമ്പോൾ. ഇതുപോലെ ഹല്ലേലൂയ ഓരോ വ്യക്തികൾ രക്ഷിക്കപ്പെട്ട് വന്ന് ഓരോ കല്ലായി മാറുക. ഓരോ കല്ല നമ്മൾ ഓരോരുത്തരും ക്രിസ്തുയേശുവിന് വേണ്ടി ആലയം പണിയാൻ വേണ്ടി കടന്നു വന്ന ഹല്ലേലൂയ കല്ല നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ കല്ലുകളാണോ? ആണ്. ഈ കല്ലുകളെ പണിയുന്നത് ആരാന്നറിയാമോ?
പരിശുദ്ധാത്മാവ് അങ്ങ് പണിയുക. അപ്പോൾ നമ്മൾ കട്ട കെട്ടുമ്പോൾ വെറുതെ കട്ട എടുത്തങ്ങ് വെക്കുവാണോ? അല്ല. ഒരു കട്ട കെട്ടുന്നതിന് മുമ്പ് 1 ഇഞ്ചെങ്കിലും അല്ലെ 1.5 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് കൊടുത്തിട്ട് അതിനകത്ത് എന്ത് ഇറക്കും? സിമെന്റ് ഇറക്കി വെക്കും, ജോയിന്റ് ആക്കും. സത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മൂലക്കല്ലുണ്ട്. ഈ മൂലക്കല്ലിൽ നിന്ന് ഓരോ കല്ല് പണിയപ്പെടുമ്പോൾ അതിനോട് ചേർന്നാ പണിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കല്ലിലൂടെ ഇവിടെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യാപരിക്കുക. ഇത് നിൽക്കുന്നതല്ല, ഇത് 6 വൻകരകളിലേക്ക് വ്യാപരിക്കുക. എല്ലാ കല്ലും, ഒരു കല്ല് ഇളകിയ ഈ എല്ലാ കല്ലിനും വേദന വരും. എന്നുവെച്ചാൽ നിങ്ങളുടെ കാലൊന്ന് തട്ടിയാൽ നിങ്ങളുടെ കൈ പോയി പെട്ടെന്ന് പിടിക്കും. നിങ്ങളുടെ കൈ തീടകത്ത് പൊള്ളുമ്പോൾ, അമ്മമാർക്ക് അറിയാമല്ലോ, പൊള്ളുമ്പോൾ ആദ്യം നിങ്ങൾ നാക്കേല വെക്കുന്നത് അല്ലേ? നാക്കേല എന്താ ചെയ്യുന്നത്? അതൊരു മരുന്നാ. അതുകൊണ്ടാണ് നിങ്ങൾ വെക്കുന്നത്. നമ്മൾ വെക്കാറുണ്ടോ? എന്തുകൊണ്ട് നാക്കിന് ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കരുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് കൈയല്ലേ? കൈക്ക് എന്ത് സംഭവിച്ചാൽ എനിക്കെന്താ വിഷയം? കാലിന് എന്ത് സംഭവിച്ചാൽ എനിക്കെന്താ വിഷയം? അല്ലെ തലയ്ക്ക് എന്ത് സംഭവിച്ചാൽ എനിക്കെന്താ വിഷയം? പാർശ്വം എന്തെങ്കിലും ഉണ്ടായി എനിക്കെന്താ വിഷയം? പാർശ്വം മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ എനിക്കെന്താ വിഷയം? അല്ലെ വിശ്വാസത്തിന്റെ കുടുംബത്തിന് എന്തെങ്കിലും വന്നാൽ എനിക്കെന്താ വിഷയം? ഇങ്ങനെ ചിന്തിക്കാൻ വ്യവസ്ഥയില്ല. ഇത് പരിശുദ്ധാത്മാവിൽ കല്ലുകൾ ചേർത്ത് പണിയപ്പെട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ചിന്താഗതികൾ ഉണ്ടെങ്കിൽ മാറ്റി മറിച്ച് ആത്മീയ കെട്ടിടമായി വളരുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് വന്ന പുതിയ വിശ്വാസികളല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ കേട്ടോ, ഇതാണ് സത്യം. ഇതാ സത്യം. അത്ഭുതം അറിയാമോ? ബീജപ്രവൃത്തി നടക്കും. ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ചായ ചായ ചായ, പരിപ്പുവട പരിപ്പുവട, പടപ്പൊരി എന്ന് പറഞ്ഞ് വിളിച്ചു വരും. ആവശ്യത്തിന് കഴിക്കാൻ പോകാം. പക്ഷെ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എനിക്ക് കൊല്ലപ്പെട്ടുക, അമ്പലമുക്കി എത്തുക, ഈ ചർച്ച ചെയ്യുക എന്ന് പറയാം. എന്താണ് എത്രയോ പെട്ട സാധനം വരുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ഓസായിപ്പോ എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ പിള്ളേർക്ക് പുറത്തുനിന്ന് വെച്ച് കൊടുത്താൽ ശരിയാത്തെന്ന് പറഞ്ഞിട്ട് അവൾ അവളും ഫാസ്റ്റിംഗ് കേട്ടോ, വൈകിട്ട് വരെ ഫാസ്റ്റിംഗ്. അല്ലെങ്കിൽ പിന്നെന്തോ പരിപ്പോടെ ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പക്കാവട ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുക. നമ്മുടെ മുമ്പിൽ വെച്ച് സ്വർണ്ണം കഴിക്കണമെന്ന് തോന്നും. ഉപവസിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഫാസ്റ്റിംഗ് നടത്താമല്ലോ. ഞാൻ 2ാമത്തെ ദിവസം അമ്മേനെ വിളിക്കുന്നത്, അല്ലെ 1ാം ദിവസം തിങ്കളാഴ്ച രാവിലെ വിളിക്കുന്നത്. എനിക്ക് മാറ്റി വെക്കാൻ പറ്റും അല്ലേ? പക്ഷേ ഭാഷണം പറഞ്ഞു ഞാൻ ഫാസ്റ്റിംഗാണ്. ആ ഫാസ്റ്റിംഗ് എപ്പോഴാണ് തുടങ്ങി? ഞാൻ പറഞ്ഞു ഇന്നലെ തുടങ്ങിയെന്നു. ഇന്ന വൈകിട്ട് തുടങ്ങി. ഹല്ലേലൂയ തുടങ്ങിയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് വേണമെങ്കിൽ മാറ്റി വെക്കല്ലോ. യാത്ര ചെയ്യല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. മാറ്റി വെക്കായിരുന്നു. അടുത്ത ആഴ്ച ഫാസ്റ്റിംഗ് എടുത്താൽ ദൈവം എന്നോട് കോപിക്കുമോ? അല്ലെ എന്നോട് ആരാ ചോദിക്കാനുള്ളത്? ആര് ചോദിക്കുമോ? ഇല്ല. പക്ഷേ ഞാനും ദൈവമായിട്ടൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ ഹല്ലേലൂയ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ വേണം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ ഒത്തിരി വരും. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ 40 ഇരിക്കും. അപ്പോൾ ഇരിക്കുമ്പോൾ അന്നായിരിക്കും ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യും. നെയ്മീനൊക്കെ ആയിരിക്കും കറി. നെയ്മീൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ എനിക്ക്. അതുപോലെ ഈ ചേമ്പും കറിയൊക്കെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. പക്ഷേ അന്ന് നെയ്മീൻ പെട്ടുന്നതും ചിലപ്പോൾ ഞാനായിരിക്കും. ചിലവരെ അങ്ങ് കൊണ്ടുവന്ന് 3 ദിവസം സ്പോൺസർ, 40 ദിവസം ഇരിക്കുന്നവർ 3 ദിവസം കൊടുക്കും. 41ാം ദിവസം അവിടെ സ്പോൺസർ വരുത്തുന്നേ. പക്ഷേ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. ഇവിടെ കണ്ണൻ ചേമ്പ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ണൻ ചേമ്പ് എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ സാധനം കിട്ടുന്നില്ല. ചെറിയ ചേമ്പ്, കറി വെക്കുന്ന ചേമ്പ്, അസ്ത്രം എന്നൊക്കെ പറയത്തില്ലേ, കഞ്ഞിക്കൊക്കെ പണ്ടൊക്കെ വെക്കുന്ന ഒരു കറിയാണ്. ഈ ചേമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബൈബിൾ ചെയ്യുന്നപ്പോൾ ഇതൊക്കെ അവിടെ ഒക്കെ ഭയങ്കര ചെയ്യുന്നു. ഇങ്ങനെ ഇത് പറഞ്ഞു. ഞാൻ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ അവിടുത്തെ ബൈബിൾ പഠിത്തം കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിൽ വരുമ്പോൾ അമ്മ കുറച്ച് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാൻ അവിടെ സാധു കൊച്ചുകുഞ്ഞു ഉദ്ദേശിച്ചൊന്നും ആയില്ല. പുള്ളിക്കാരനാണെന്ന് മുളറച്ച് കഴിച്ചേരും. അത്രയും വിശ്വാസമൊന്നും എനിക്ക് വന്നില്ല. ഞാനതൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പറയുന്നത് നിന്റെ ആഗ്രഹങ്ങളെ ദൈവം തൃപ്തിയാക്കി തരും. ദേശത്ത് നീ വിശ്വസ്തയോടെ നിൽക്കുക. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹങ്ങളെ ദൈവം തൃപ്തി ധരിച്ച് തരും. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, കെട്ടിടം മുഴുവനും യുക്തമായി ഹല്ലേലൂയ പണിയപ്പെടുക. അല്ലെ? ആത്മാവിൽ പണിയപ്പെടുക. അതാണ് മറ്റൊന്നും വെച്ച് വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പൊ സഭ ആരാ? നമ്മൾ ഓരോരുത്തരും. ഈ ആലയത്തെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കും. നമ്മുടെ ആലയം ആരാ? പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ആലയത്തെ നശിപ്പിക്കാൻ പാടുണ്ടോ? ഈ ആലയത്തെ എങ്ങനെ നശിപ്പിക്കാം? ചീത്ത പറയുന്നതിലൂടെ നശിപ്പിക്കാം, വഴക്കുണ്ടാക്കുന്നതിലൂടെ നശിപ്പിക്കാം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ
ചെയ്യുന്നതിലൂടെ നശിപ്പിക്കാം. ഗലാത്യ ലേഖനമൊക്കെ വായിച്ചാൽ 5-ാം അധ്യായം വായിച്ചാൽ അറിയാം. മദ്യപാനത്തിലൂടെ നശിപ്പിക്കാം. നശിപ്പിച്ചാൽ നിന്നെ ദൈവം നശിപ്പിക്കും. നീ ദൈവത്തിന്റെ കല്ലായി തീരുവാൻ, ജീവനുള്ള കല്ലായി തീരുവാൻ വിളിക്കപ്പെട്ടതാ, അത് ഓർത്തുകൊള്ളുക. അപ്പൊ നമ്മൾ ആരാ? ഈ കെട്ടിടം കണ്ടിട്ട് അയ്യോ ഞാൻ ഇങ്ങനത്തെ ഒരു കെട്ടിടത്തിലാണ് ആരാധിക്കാൻ പോയെന്ന് ചിന്തിക്കരുത്. കെട്ടിടം നിങ്ങളാ. കെട്ടിടത്തിലെ ഓരോ ഇഷ്ടിക നിങ്ങളാ. കെട്ടിടത്തിലെ ഓരോ കല്ലുകൾ നിങ്ങളാ. ആ കല്ലിലേക്ക് വരുന്ന ഞാൻ വചനം നിർത്താൻ പോകുകയാണ്. അതിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഞാൻ അവിടെ നിർത്തിക്കട്ടെ. ഒരു അവസരത്തിൽ ദൈവം അത് ചെയ്യട്ടെ. ഒന്നെന്ന് പറഞ്ഞാൽ സഭ ദൈവത്തിന്റെ ജനമാണ്. സഭ ആരാ? സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെ കല്ലെന്ന് പറഞ്ഞത്. ഈ കല്ലെന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന മനുഷ്യനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മനുഷ്യനെ തകർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇന്ന് 12 മണിക്ക് മരിക്കും. സമയമായോ? മരിക്കാൻ സമയമായിരുന്നോ? 15 മിനിറ്റ് കണ്ടോ? സഹോദരി പറഞ്ഞോ 15 മിനിറ്റ് ഉണ്ട്. കാത്തിരുന്നു. 12 മണിക്ക് ഞാൻ മരിക്കും എന്ന് പ്രവചിച്ചോ? അല്ല ദൈവം ഹല്ലേലൂയ ആരോട് വന്നിട്ട് പ്രവചിച്ചത്? ഇരമ്യാവിനോ? അല്ല യെശയ്യാവിനോട് അല്ലേ? അല്ല ഹിസ്കിയാവിനോട് പ്രവചിച്ചു. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ ഞങ്ങൾ പ്രവചിച്ചു എന്ന് പറയുക. അപ്പം ഇന്ന് ഞാൻ മരിക്കാൻ ഇങ്ങനെ 12 മണിക്ക് ഇരിക്കുക. മരിച്ചാൽ നിങ്ങൾ ജോർജ് ബോസൊക്കെ വന്നിട്ട് ഇവിടെ ഈ ആത്മാവിനെ തടുക്കാൻ നോക്കിയാൽ തടുക്കാൻ പറ്റുമോ? ഇനി കണ്ണാടി കൂടുണ്ടാക്കിയിട്ട് അതിനകത്ത് തന്നെ കയറ്റിയിരുത്തിട്ട് ആ പ്രവാചകൻ പറഞ്ഞത് നടക്കണ്ട, ഇവിടെ പിടിച്ചു വെക്കാതെ വെച്ചാൽ നടക്കോ? കണ്ണാടി ചില്ല് പൊട്ടി ഈ ആത്മാവ് ഞാന് പിന്നെ നമ്മൾ അടുത്തൊരു ചോദ്യമോ, ഞങ്ങൾ അവിടെ വന്നാൽ സെമിത്തേരി ഉണ്ടോ? നീ മരിക്കാനാണോ ഇവിടെ വരുന്നത്? ഇവിടെ വരുന്നവൻ ജീവിക്കുമെന്നാ പറയുന്നത്. സെമിത്തേരി ഉണ്ട്. അടുത്ത ചിലവരെ എന്താ പറയുന്നത് അറിയുമോ? ആ നഷ്ടകൂട്ടത്തിൽ പോകരുത്, പുള്ളിക്ക് സെമിത്തേരിയില്ല. സ്വോത്രം. ഞാൻ എൻ്റെ വിശ്വാസിയെ പഠിപ്പിച്ചെന്നറിയോ? നിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മീനങ്ങ് വിഴിഞ്ഞെന്ന് വെച്ചോ. നിങ്ങളെ മീൻ വിഴിഞ്ഞെന്ന് വെച്ചോ. ഈ മീനെ ഹല്ലേലൂയ ഡേസി മാമ മേടിച്ചു വന്ന് കറി വെച്ചെന്ന് വെച്ചോ. കറി വെച്ച് സഭയിലുള്ള എല്ലാവർക്കും കൊടുത്തെന്ന് വെച്ചോ. ഹല്ലേലൂയ നിങ്ങൾ ഈ മിഴിഞ്ഞ മീൻ വിഴുങ്ങില്ലേ നിങ്ങളെ? അല്ല എന്നെ വിഴുങ്ങിയെന്ന് വെച്ചോ. ഞാൻ രക്ഷിക്കപ്പെട്ടതായോണ്ട്, സ്നാനപ്പെട്ടതായോണ്ട്, പരിശുദ്ധാത്മ പ്രാപിച്ചത് കൊണ്ട്, അല്ല കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് ഈ മീൻ വിഴുങ്ങിയാലും ഹല്ലേലൂയ ഈ മീനെ കൊണ്ടുവന്ന് ഡേസി മാമ നല്ല പുളി ചേർത്ത് കറി വെച്ചാലും, അത് നിങ്ങൾ കഴിച്ചാലും, അത് കഴിച്ച് വർഷങ്ങൾ കഴിയാലും കർത്താവിന്റെ വരവെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. കോവിഡ് വന്നപ്പോ എവിടെ അടക്കിയത്? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പ്രസംഗം ഉണ്ടായിരുന്നോ? പാട്ടുണ്ടായിരുന്നോ? പ്രാർത്ഥന ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. അന്ന് ജെസിലിക്കായിരുന്നു ജോലി, അവരായിരുന്നു പ്രാർത്ഥിച്ചത് ഇങ്ങനെ മരിക്കാതിരിക്കണേ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ സ്തോത്രം. അവരായിരുന്നു അടക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കാൻ വേണ്ടിയല്ല വിളിച്ചത്, ജീവിക്കാൻ വേണ്ടിയാ. ഓരോ ജനനവും ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ മരിക്കാനുള്ളതല്ല, മരിക്കണമെന്നുള്ള ചിന്തകൾ മാറ്റണം. ഹല്ലേലൂയ. മരണം നിങ്ങൾക്ക് ഒരു പരിഹാരമല്ല. മരണം നിങ്ങൾക്ക് കുഴപ്പമില്ല, മറ്റുള്ളവരെ വലിയ പ്രശ്നത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിക്കണമെന്നുള്ള ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി കർത്താവിൽ ഞാൻ വിശുദ്ധ മന്ദിരമായി വളരുവാൻ ഏൽപ്പിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേ. ദൈവം പ്രവർത്തിക്കട്ടെ. അപ്പോൾ സഭയെ ദൈവത്തിന്റെ ജനമെന്ന് പറഞ്ഞിരിക്കുന്നു. സഭ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളാരാ? ദൈവത്തിന്റെ ജനമാണ്. ദൈവത്തിന് ഒരു ജനമേ ഉള്ളൂ. അതാരാ? ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്ന ജനമാണ്. ആണോ? ഒന്ന് സ്വത്രം ചെയ്തേ. നിങ്ങൾ സന്തോഷം തോന്നില്ല. സ്വത്രം. അത് നമുക്ക് ഒരു വചനം വായിക്കാം. 1 പത്രോസ് 2:4 മുതൽ 10 വരെയുള്ള വചനം. അതോട് വായിച്ചാൽ ഞാൻ നിർത്തുകയാണ്. വായിച്ചേ. ഇവിടെ വെക്കണേ. മനുഷ്യർ തള്ളിയതെങ്കിലും നിന്നെ അനേകർ തള്ളാം, നിന്നെ തള്ളി മാറ്റിയേക്കാം. നിന്റെ ഉയർച്ച കണ്ടവര് മൈൻഡ് ചെയ്യാത്തവരായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ വീഴ്ച കണ്ടവരെ നിങ്ങളോട് സഹതാപം കാണിക്കാത്തവരെ നിങ്ങളെ ഒറ്റപ്പെടുത്തിക്കണം. ഇവിടെ പറയാം മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ. ഇവിടെ വെക്കണേ. ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഇവിടെ പറയുന്നത് ക്രിസ്തുവേശുവിനെയാ. ക്രിസ്തുവേശുവിനെ ആരെങ്കിലും സ്വീകരിച്ചോ? ചുരുക്കം കുറച്ച് പേരെ സ്വീകരിച്ചു. ക്രിസ്തുവേശു ഏകദേശം യാത്ര ചെയ്തത് എത്ര സ്ഥലത്താണെന്ന് അറിയാമോ? അല്ല, എത്ര ഏരിയയിലാണ്? ഏകദേശം 25 കിലോമീറ്റർ ചുറ്റളവും മാത്രമേ ഈ ക്രിസ്തുവേശു യാത്ര ചെയ്തുള്ളൂ. പലസ്തീന്റെ മണ്ണുകളിൽ യാത്ര ചെയ്തുള്ളൂ. ഇവിടെ ഒന്നും വന്നില്ല. പക്ഷേ
അവന്റെ കല്ലുകൾ ഓരോന്നും ഓരോ സ്ഥലത്തും വന്നപ്പോൾ അവന്റെ പ്രവർത്തികൾ ഇവിടെ ആരംഭിക്കും. ഇന്ന് മഴക്കാലം പറയോ, സഭയുടെ കത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ ആരംഭിക്കാൻ പോകുക. ഒരു പുതിയ ഒന്ന് ഇതിനകത്ത് ചെയ്തു തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ തലമുറയെ ഒന്ന് ചെയ്തു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിനെ തള്ളിക്കളഞ്ഞു യഹൂദന്മാർ, അല്ലെ മറ്റുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പറയാണ് മനുഷ്യർ തള്ളിയതെങ്കിലും ഒന്നുകൂടി ഞാൻ അതിനെ ദൂതിനെ ഒന്നും കൂടി പറയാണ്. പക്ഷെ ഇത് മനുഷ്യർ തള്ളിയെങ്കിൽ ഹല്ലേലൂയ ഇത് മാന്യമായി തീരാൻ വിശ്വസിച്ചു. ഇതിനകത്ത് വലിയ പ്രവർത്തികൾ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. മനുഷ്യർ തള്ളി നിന്നെ, എന്നാ നിന്നെ മാന്യനാക്കുന്ന ദൈവം. എന്റെ കർത്താവിനെ ആദ്യം അവർ തള്ളി, അവന്റെ ശിഷ്യന്മാരെ തള്ളും. പക്ഷെ നിന്നെ മാന്യമായി കർത്താവ് നിർത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്തിട്ട് കർത്താവിന്റെ കല്ലായകളിൽ വന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ നോക്കണമേ, മനുഷ്യർ തള്ളിയതെങ്കിലും ശ്രേഷ്ഠവുമായി മാന്യമായി ശ്രേഷ്ഠവും മാന്യവുമായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട്, ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ, നിങ്ങൾ കല്ലല്ല എന്ന പോലെ. മതി നിർത്തുക, അവിടെ നിർത്തി വെച്ചോണം, വായിക്കാൻ പോകാം നമ്മൾ. അതുകൊണ്ട് നിർത്തുകയാണ്. അപ്പോ എന്താ പറഞ്ഞേ, നിങ്ങളും കല്ലുകൾ പോലെ അല്ലെ. നിങ്ങളെ ഇവിടെ ഒത്തിരി കല്ലുകളുണ്ട് അല്ലെ, ഒത്തിരി കല്ലുകളുണ്ട്, നല്ല കല്ലുകളുണ്ട്. ഇവിടെ മൂലക്കല്ലിന് എന്ന് ഞാൻ പറഞ്ഞു, മൂലക്കല്ല് ഗദസമന മുതൽ ഗാഗുൽത്ത വരെ ചെത്തിമിരിക്കല്ല്, അതാണ് മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തു. ഈ കല്ലിന് ചേർന്നാണ് മറ്റു കല്ലുകൾ വരുന്നത്. സത്രം. എന്നിട്ട് ഈ കല്ലുകൾ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യവാസന. സത്രം അല്ലേ, അല്ലേ? ആട് കിടക്കുന്നിടത്ത് അതിന്റെ രോമം കിടക്കുന്ന പറയുന്നത് അല്ലേ, അല്ലേ, അല്ലേ? അപ്പോ ഇവിടെ എന്താ പറയുക, കല്ല നിങ്ങൾ ജീവനുള്ള ഒന്ന് മനുഷ്യർ തള്ളിയതെങ്കിലും മനുഷ്യർ തള്ളിയതെങ്കിലും ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ ജീവൻ തെറ്റിച്ചു പോയല്ലോ. ജീവനുള്ള ഇവിടെ നോക്കട്ടെ, ജീവനുള്ള കല്ല് ആരാ? ഈ ലോകത്തിൽ സ്വർഗത്തിൽ ദൃശ്യമായതും അദൃശ്യമായ എല്ലായിടത്തും ജീവനുള്ള ഒരു ഒറ്റ കല്ലേ ഉള്ളൂ. ആ കല്ലേതാ? ക്രിസ്തു. ഈ ക്രിസ്തുവിനടുക്ക് വന്ന കല്ലുകളാണ് നിങ്ങൾ. ഇതിനകത്ത് പല കല്ലുകളുണ്ട്. പക്ഷെ ഈ കല്ലിലേക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ആ കല്ല് ഈ ചെത്തിമിനിക്ക കല്ലിനെ പോലെ ആയിത്തീരും. ആ കല്ലിനെ പോലെ ആയിത്തീരും. ശരീരത്തിൽ രോഗം വരും, പ്രയാസം വരും, ഇതെന്റെ ശരീരത്തിൽ. പക്ഷെ നീ ആത്മാവിൽ ക്ഷീണിച്ചു പോകരുത്, പ്രാർത്ഥനയിൽ നീ ക്ഷീണിച്ചു പോകരുത്, ആരാധനയിൽ നീ ക്ഷീണിച്ചു പോകരുത്, വിശുദ്ധിയിൽ നീ ക്ഷീണിച്ചു പോകരുത്, വിശ്വസ്തതയിൽ നീ ക്ഷീണിച്ചു പോകരുത്, ഹല്ലേലൂയ ദൈവപ്രവൃത്തിയിൽ നീ ക്ഷീണിച്ചു പോകരുത്, നന്മ ചെയ്യുന്നതിൽ ക്ഷീണിച്ചു പോകരുത്, ഹല്ലേലൂയ സ്വന്തം ആത്മീയ കാര്യത്തിൽ നീ ക്ഷീണിച്ചു പോകരുത്. അപ്പോ ജീവനുള്ള കല്ലിന്റെ അടുത്ത് ആര് വരുക? ജീവനില്ലാത്ത കല്ലുകൾ വന്നപ്പോൾ ജീവനുള്ള കല്ലിനെ പോലെയായി. സ്വത്രം 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 സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. സ്വത്രം ചെയ്യാമോ? അപ്പൊ നിങ്ങൾ ആരാ? ജീവനുള്ള കല്ലെടുത്ത് വന്നപ്പോൾ നിങ്ങളും ക്രിസ്തുവിനെ പോലെയുള്ള കല്ലായിരുന്നു. ഹല്ലേലൂയ. അതല്ലേ അർത്ഥം? ഹല്ലേലൂയ. ഈ കല്ലുകൾ കൊണ്ടാണ് പണിയത്. അപ്പോഴേക്കോ പക്ഷേ അല്ലെങ്കിൽ 10-15 വർഷം കൊണ്ട് ഞാൻ വന്നതാ. ഞാൻ അന്ന് ഇന്നും ഒരുപോലെയൊക്കെ എൻ്റെ ശരീരത്തിന് മാറ്റമില്ല. കറുപ്പ് വെളുപ്പാക്കാനും വെളുപ്പ് ഇച്ചിരിയോട് വെളുപ്പാക്കാനും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചു. കറുത്ത മുടി വെളുക്കാനും വെളുത്ത മുടി കറക്കാനും അതിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ഇതൊന്നും നടന്നില്ലല്ലോ കർത്താവേ എന്നൊക്കെ നമ്മൾ ചോദിച്ചേക്കാം. ഹല്ലേലൂയ ചോദിച്ചേക്കാം. ഞാൻ ഒരിടത്ത് പോയത് ഒറ്റ പ്രസംഗം, നരയോളം നിങ്ങളെ ചുമക്കാന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ എന്തിനാ ഡൈ അടിക്കുന്നത് നിങ്ങൾ ചോദിച്ചു. അത് കൊണ്ടുകൊണ്ടത് പാസ്റ്റിനാണ്. പാസ്റ്റ് മുട്ടയും 2016 ഞാൻ അറിഞ്ഞില്ല പാസ്റ്റർ ഡൈ അടിച്ചിട്ടിരിക്കുന്നത്. വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയതാ. പാസ്റ്റർ അത് കുത്തുകൊണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു ഞാനങ്ങ് മുട്ടയടിക്കാൻ പോവാം. പക്ഷേ മുട്ടയടിച്ചാൽ ഇപ്പം മുട്ടയാ പുള്ളിയാ, മുടി കുറേ പൊളിഞ്ഞ് മുട്ടയാ പുള്ളി മുട്ടയടിച്ചാൽ നടക്കുന്നത് ഇപ്പോൾ. കാരണം മുടി മൊത്തം എന്തായി നരയാ. ഹല്ലേലൂയ സ്വത്രം. അത് ഈ കളർ മറ്റൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുക. എന്നിൽ എന്തെങ്കിലും മാറ്റം നടക്കുന്നുണ്ടോ? അല്ല, ഓരോ വർഷം കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിന് പ്രായം തോന്നിക്കുക, അല്ലെങ്കിൽ വികൃതമാകാം, ചെള്ളകളൊട്ടാം, നെറ്റികൾ ചുളുക, ഇതൊക്കെ ഉള്ള. പക്ഷേ അകത്ത മനുഷ്യ വലിയ മാറ്റം നടന്നില്ല. ഈ കല്ല് വലിയ മാറ്റം. ഇത് ജീവനുള്ള കല്ല് പോലെ ആയി തരണം.
അതേ പ്രതിമയായി തീരണം. മനസ്സിലാക്കണം, അതേ പ്രതിമയാകാനാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കൊലോസ്യർക്ക് ലേഖനം 1:15 പറയുന്നു, ഹല്ലേലൂയ, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് നിങ്ങൾ യേശുക്രിസ്തു. അപ്പൊ ആ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഇവിടുത്തെ മതങ്ങൾ നടത്തുന്ന ഒത്തിരി ആരാധന സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാവർക്കും പോയി ഹല്ലേലൂയ കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? നിങ്ങളോട് സഹോദരിമാരാകട്ടെ, നിങ്ങൾക്ക് ഹല്ലേലൂയ പിന്നെ ഈ മാറിയിരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോകാൻ പറ്റുമോ? അപ്പോൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് പോകാൻ പറ്റുമോ? പോകാൻ പറ്റത്തില്ല. അമ്പലത്തിൽ കുളിക്കാതെ കയറാൻ പറ്റുമോ? നമ്മുടെ പള്ളിയിലൊക്കെ കുളിക്കാതെ വരത്തുള്ളൂ, അത് വേറെ സത്യം, അത് വേറെ സത്യം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാം മാറ്റമുണ്ട്. എല്ലാ ജാതിക്കാർക്കും എല്ലായിടത്തും അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല. എല്ലാ വേലയും സുവിശേഷ വേല അല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും ക്രിയകളും ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. ഇവിടെ ശരീരത്തെ അല്ല കർത്താവ് കണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അകത്തെ ആത്മാവിനെ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം തന്നിരിക്കുക. അതുകൊണ്ട് കുളിക്കാതെ വരലെന്നല്ല. ഇപ്പൊ പെണ്ണുങ്ങൾ മുഴുവൻ എന്താ ചെയ്യുക? തല എഴുതി വെച്ചിരിക്കുക. കർത്താവ് പറഞ്ഞല്ലോ, തല ഞാനാണ്, ശരീരമാണ്. അപ്പൊ ശരീരം മാത്രമേ കഴുകത്തുള്ളൂ. ഇപ്പൊ പള്ളികൾ ശരീരം മാത്രം കഴുകിയേ വരത്തുള്ളൂ, തല കഴുകത്തേ ഇല്ല. പണ്ടൊക്കെ സഹോദരിമാർ വരുമ്പോൾ അറിയാം വെള്ളം ഇങ്ങനെ ഒഴുകി. ഇപ്പൊ വെള്ളം ഒഴുകരുതെന്ന് പറഞ്ഞേക്കുക. അല്ലല്ല, അതിനു വേണ്ടി അവർ കുളിക്കത്തേ ഇല്ല. പറ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഈ സഭയിലേ അല്ല, നടക്കുന്ന സമയം എൻ്റെ സഭയിൽ ഇത് പറയാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഇവിടെ പറയാണ്, എന്താ പറയാ, അത് വെച്ച മമ്മേ, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തിരഞ്ഞെടുത്ത വിശുദ്ധ പുരോഹിത വർഗമാണ് നിങ്ങൾ. ആ വചനം നിങ്ങൾ അതിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇവിടെ നിർത്തുകയാണ്. അതിലെ പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളുടെ സ്റ്റൗ ഉണ്ടല്ലോ, അല്ലെ, നിങ്ങൾ തീ കത്തിക്കത്തില്ലേ, അതിനകത്തൊരു കമ്പി കൊണ്ടുവന്ന് വെച്ചാൽ ആ കമ്പി ആ തീയുടെ കളർ പോലെ ചുമന്നു വരുന്നത് പോലെ ക്രിസ്തുയേശുവിൽ വരുമ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ അകത്ത മനുഷ്യന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അവൻ നിറവും പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം അവന്റെ അടുക്കലേക്ക് വന്നിരിക്കുക. അതല്ല, ഈ കല്ലിനെ ഇളക്കാൻ, അതാണ് കർത്താവ് പറഞ്ഞത്, ഈ കല്ലിനെ ഇളക്കി മാറ്റുവാൻ. അതിനെ ഭൗതിക നിലയിൽ പറഞ്ഞാൽ എനിക്ക് ഈ കല്ല് ഇളകി പോകണമെന്ന് വെച്ചാൽ പോകാം, അതൊന്നും ദൈവത്തിന് വിഷയമല്ല. പക്ഷെ വേറൊന്നിനെ ഈ കല്ലിനെ ഇളക്കണമെങ്കിൽ നിന്റെ അനുവാദം വേണം. നിന്റെ ശുശ്രൂഷ തകർത്തു കളയുവാൻ, നിന്റെ പ്രാർത്ഥന ഇല്ലാതാക്കുവാൻ, നിന്റെ ആരാധന ഇല്ലാതാക്കുവന്നത് നീ തന്നെയാണ്. നീ സ്ട്രോങ്ങായിട്ടിരിക്കുന്നെങ്കിൽ അതിന് ഇതിനൊന്നും നിന്നെ തകർത്തു കളയാൻ പറ്റത്തില്ല. നീ എന്തിനൊക്കെയോ അനുവാദം കൊടുക്കുന്നത് കൊണ്ടാ നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുന്നത്, അല്ല നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നീ സ്ട്രോങ് ആയി നിൽക്കുക. ഈ ജീവനുള്ള കല്ലിന്റെ അടുത്താണ് നീ വന്നത്. ഇത് കുറേ നേരമാകുമ്പോ ഈ എന്താവും, നമ്മൾ ആദ്യം ഈ കമ്പി പിടിച്ചു തീര് വെക്കുമ്പോൾ ചൂടുണ്ടോ? ഇവിടെ പിടിച്ചു വെച്ചു. ചൂടാകും തോറും ഇങ്ങോട്ട് മാറും, ചൂടാകും തോറും ഇങ്ങോട്ട് മാറും. ഇത് മൊത്തം മടുക്കുമ്പോൾ ഇത് തൊടാൻ പറ്റാത്ത നിലവാരത്തിലാവും, അല്ലേ? ഇതുപോലെ ക്രിസ്തുയേശുവിലേക്ക് നീ ചേർന്ന് വരുമ്പോൾ പൈശാചികൾ മാറി പോകും. യേശുവിനെ മാറി പോകും. നിന്നെ ബന്ധിച്ച ബന്ധനങ്ങൾ, നിന്റെ കുടുംബത്തെ ബന്ധിച്ച ബന്ധനം, ദേശത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നീ ക്രിസ്തുയേശുവിനെ, സഹോദരി അല്ലേ, നിങ്ങൾ ക്രിസ്തുയേശുവിന്റെ ആ ജീവനുള്ള കല്ലായിരിക്കുന്ന ആ കല്ലിലേക്ക് നിങ്ങളെയും ദൈവം വിളിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അല്ലല്ലോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അങ്ങനായി തീർന്നാൽ ഹല്ലേലൂയ, നിങ്ങളെ വാദിക്കുന്ന സകല മണ്ഡലങ്ങൾ തകർന്നു പോകും. അങ്ങനെ അനുഭവത്തിലേക്ക് ഹൃദയം കൊടുത്ത് പ്രിയപ്പെട്ടവരെ, ഇന്ന് പലക്കാലം ഒരുങ്ങണം. ഹല്ലേലൂയ. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനമാണ്. 5-10 പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് മാത്രം. സഭ ദൈവത്തിന്റെ ജനമാണ്. ഒന്ന്, സഭ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ. സഭ എന്ന് പറയുന്നത് പരദേശികളായ ജനമാണ് സഭ. എന്നാൽ പരദേശികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പരദേശികളാണ്. സ്വർഗീയ പൗരത്വം സ്വർഗത്തിലേ ഉള്ളൂ, അല്ലേ? നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ വിളിക്കപ്പെട്ട, ദൈവമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ വിളിക്കപ്പെട്ട സമൂഹമാണ് സഭ. ഹല്ലേലൂയ.
സഭയെ ലോകത്തിൽ നിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ രാജ്യത്തിലാക്കിയതാണ് സഭ. ഹല്ലേലൂയ സ്തോത്രം. സഭ ദൈവത്തിന്റെ പരിശുദ്ധാത്മ മന്ദിരമാണ്. ഹല്ലേലൂയ. സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. സഭ ക്രിസ്തുവിന്റെ മണവട്ടിയാകുന്നു. സഭ ഒരു ആത്മീയ കൂട്ടായ്മയാണ്. സഭ ആത്മീയ കൂട്ടായ്മയുടെ ഐക്യതയുള്ളതാണ്. സഭ ഐക്യതയുള്ളതാണ്. ഹല്ലേലൂയ. സഭ ആത്മാവിലുള്ള സ്നാനം ഏറ്റവരാണ് സഭ എന്ന് പറയുന്നത്. ആത്മാവിൽ സ്നാനമേറ്റവരാണ് സഭ എന്ന് പറയുന്നത്. സഭ എന്നത് ഒരു ആത്മീയ ശുശ്രൂഷയാണ്. സഭ എന്ന് പറയുന്നത് ഒരു ആത്മീയ ശുശ്രൂഷയാണ്. സഭ ഒരു സൈന്യമാണ്. ഇതിനെല്ലാം റെഫറൻസ് ഉണ്ട്. സഭ എന്ന് പറയുന്നത് ഒരു സൈന്യമാണ്. സഭ എന്ന് പറയുന്നത് സത്യത്തിന്റെ അടിസ്ഥാനവും തൂണുമാണ്. സഭ എന്ന് പറയുന്നത് ഭാവി പ്രത്യാശ ഉള്ള ജനമാണ്. ഭാവി പ്രത്യാശ എന്താ? നമ്മുടെ പ്രത്യാശ എന്താ? മരിച്ചാലും ജീവിച്ചിരുന്നാലും ക്രിസ്തു വരുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകും. അതാണ് പ്രത്യാശ. ഹല്ലേലൂയ സ്തോത്രം. അടുത്തത് സഭ ദൃശ്യവും അദൃശ്യവുമായതാണ് സഭ. ദൃശ്യമായി നിൽക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കൂടി വന്നിരിക്കുന്നത്. എന്നാൽ അദൃശ്യമായി വരുന്നത് തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതൊന്ന് വായിച്ച് നമ്മൾ നിർത്താൻ പോവുകയാണ്. 1 തെസ്സലോനിക്കൽ 4:16. കർത്താവ് തൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാവളത്തോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ. അപ്പൊ മരിച്ചവർക്കുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ ആരാ? ക്രിസ്തുവിൽ മരിച്ചവർ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവ് പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നിട്ട് കർത്താവിന്റെ വരവിന് മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നതാണോ? അവരോടൊന്നിച്ച് രൂപാന്തരം പ്രാപിച്ച അവരോടൊന്നിച്ച് ഇനി മരിച്ചത് കൊണ്ട് ഞാൻ അങ്ങ് മുന്നേ പോയി അവിടെ ഇരിക്കാന്ന് വെച്ചിട്ടൊന്നുമില്ല. എല്ലാവർക്കും ഇവിടുന്ന് സഭ പോകണമെങ്കിൽ എല്ലാവർക്കും തുല്യ അവകാശമായി. പാസ്റ്ററായാലും പാസ്റ്ററാൻറ്റി ആയാലും ഇടയനായാലും ഉപദേഷ്ടാവായാലും അപ്പോസ്തലനായാലും പ്രവാചകനായാലും കൃപാവരപ്രാപ്തനായാലും ഭൂതത്തിന്റെ അധികാരമുള്ളവരായാലും ഇവിടുന്ന് മേപ്പോട്ട് വാങ്ങണമെങ്കിൽ എല്ലാം തുല്യമായിട്ടേ വാങ്ങത്തുള്ളൂ. നിനക്ക് പ്രത്യേകതയൊന്നുമില്ല. കർത്താവിൽ എന്തെങ്കിലുമുള്ള പ്രത്യേകതയേ ഉള്ളൂ നമുക്ക് ഓരോരുത്തർക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇവിടുന്ന് ഉയരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയിൽ എന്ന് പറയാം ഐക്യത വേണം. ഐക്യത നമുക്ക് ആവശ്യം. കുടുംബത്തിൽ ഐക്യത വേണം, സഭയിൽ ഐക്യത വേണം, നിശ്ചയമായി വേണം. അപ്പോൾ ഐക്യത ഉള്ളവർ ഇന്ന് കൈ കൊടുക്കാത്തവരൊക്കെ നാളെ കൈ കൊടുക്കേണ്ടി വരും. എവിടാ? ക്രിസ്തുവിന്റെ വരവിൽ വരും. ഈ കൈ കൊടുത്ത് അങ്ങനെ നോക്കിക്കേ. നിങ്ങളൊന്ന് ഭാവന കണ്ടേ, നമ്മുടെ സഭയൊന്ന് പൊങ്ങുന്ന നോക്കി. അകത്തിരിക്കുന്ന മനോഹരമായ ആ കല്ലിനോട് ചേർന്ന് പണിയപ്പെട്ട ഹല്ലേലൂയ സഭ ഇങ്ങനെ ഉയരത്തിലേക്ക് പൊങ്ങുമ്പോൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വിശ്വാസത്തിൽ കർത്താവിൽ നിങ്ങളായി തീർന്നാലും സ്വർഗത്തിൽ പോകുന്നു പറയുമ്പോൾ വേണ്ട നിങ്ങളങ്ങ് ആദ്യം എന്ന് പറയുന്നവരെ കാണാൻ പോകുന്ന ഒരു അടയാളം നടക്കാൻ പോവുക. താമസമില്ല, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. നമ്മൾ ഒത്തുപിടിച്ചാൽ കർത്താവ് വേഗം വരും. ഒത്തുപിടിച്ചാൽ അതൊരു ദുരുദ്ദേശമായിട്ട് ഒന്നും പോണ്ട. ഒത്തുപിടിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്തറിയോ? കർത്താവിന്റെ ശരീരം ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ, ശരീരം പൂർത്തീകരിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ ശരീരം ഞുറുക്കപ്പെട്ടു. ഇപ്പൊ നമ്മൾ ഞുറുക്കാൻ പോവുകയാണ്. ഞുറുക്കപ്പെട്ടു ഈ ശരീരം. ഇതിന്റെ ഓരോ ഭാഗം നമ്മൾ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കർത്തവ്യം കഴിഞ്ഞപ്പോൾ വീഞ്ഞും അപ്പവും ഹല്ലേലൂയ ഇവിടെ ശേഷിക്കുമ്പോൾ പറയും ഇത് അനേകർക്ക് വേണ്ടിയുള്ളതാണ്. അവർ ഇതിലേക്ക് ഭാഗമായി തീരേണ്ടതാണ്. അവർ ഇതിലേക്ക് രക്ഷിക്കപ്പെട്ട് വരേണ്ടവരാണ്, സ്നാനപ്പെട്ട് വരേണ്ടവരാണ്, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു വരുന്നത്. ഇങ്ങനെല്ലാം വന്നു കഴിയുമ്പോൾ ഇവിടെ മുറിച്ച ഒരു അപ്പം അതിന് പൂർത്തീകരിച്ച് ജോയിന്റ് ആയി കഴിയുമ്പോൾ മധ്യാകാശത്തിലൊരു ശബ്ദം കേട്ട് ഞാൻ ആരാ? കർത്താവിന്റെ ശരീരമാകുന്ന സഭയാണ്. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് അത് കഴിഞ്ഞ് കർത്തമേശ ശുശ്രൂഷയിലേക്ക് പോവുകയാണ്. പറഞ്ഞതിലും അല്പസമയം ഞാൻ മുന്നോട്ട് പോയിരുന്നു. അതിന് നിങ്ങൾക്ക് ഇത് പ്രയോജനം എന്ന് ഞാൻ ചിന്തിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേവദാസൻ എനിക്ക് ഇഷ്ടംപോലെ സമയം തന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ നിർത്തുമായിരുന്നു. അല്ലെങ്കിൽ ചിലർക്ക് പോകുമ്പോൾ പാഷമാര് പാൻറ് വലിച്ചു വരും, വലിച്ചിട്ടതിലൊക്കെ കഷ്ടമാകും. അതിൽ ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. അതിന് ഞാൻ സന്തോഷിക്കട്ടെ. പക്ഷെ ഞാനൊരു ഡിമാൻഡ് പറയാം, അത് കടന്നു വന്നത് ഇവിടെ മാത്രം. അതെന്ന് പറഞ്ഞാൽ ഞാൻ വളർന്ന, ഞാൻ ഈ കുഞ്ഞിൽ നടന്ന പോലെ മുട്ടയെ ഓർന്നത് ഇവിടെ ആയതുകൊണ്ട് എനിക്ക് സമയം പറയുന്നില്ല. ഞാൻ ഒറ്റടുത്ത് പോകുമ്പോൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഡിമാൻഡ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഭക്ഷണം തന്നില്ലേലും കുഴപ്പമില്ല, നിങ്ങൾ എനിക്ക് കാപ്പി തന്നില്ലേലും കുഴപ്പമില്ല, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് എനിക്ക് കിടക്കാൻ സ്ഥലം തന്നില്ലേലും കുഴപ്പമില്ല, ആലയത്തിൽ ഒരു പാത നമ്മൾ ഞാൻ അവിടെ കിടന്നത് പൈലേലും കൊണ്ട് അപേക്ഷിച്ചിട്ട് ഞാൻ മനോരമയിൽ കിടന്നിട്ടുണ്ട്. ഇത്ര വലിയ സ്ഥാപനമായിരിക്കണം മനോരമയിൽ ഞാൻ കിടന്നിട്ടുണ്ട്.
അതിൽ 2 രൂപ 70 പൈസ കൊടുത്തിട്ട് മനോരമ മേടിച്ചിട്ട് വിരിച്ചിട്ട് വെളിച്ചിട്ട് ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രോത്സാഹനം കിട്ടുമ്പോൾ അതിന് സന്തോഷമാണ്. അതുകൊണ്ട് അതൊന്നും എനിക്ക് വിഷയമില്ല. പക്ഷേ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞു. അതാണെങ്കിൽ മാത്രമേ ഞാൻ എടുത്തോളൂ പറയുള്ളൂ. എന്നാൽ ഇവിടെ ഇഷ്ടംപോലെ ഞാൻ കഴിഞ്ഞ 3.25 മണിക്കൂറാണ് ഇവിടെ പ്രസംഗിച്ചത്. നിങ്ങൾക്ക് എത്ര മനസ്സിലായോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി എന്റെ യൂട്യൂബിലൂടെ അത് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്തല്ല ഇതും അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാകാതെ പോയെങ്കിൽ അത് കേൾക്കുവാൻ കഴിയും. ഇന്നത്തെ മെസ്സേജ് പ്രകാരമാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തന്നെ എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. അതിനുശേഷം നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായ ആലയമാണ്. ഒന്ന് സ്വത്രത്തിന്റെ എല്ലാവരും കണ്ടോട്ടെ. ഇതിലേക്കാണ് ദൈവത്തിന്റെ നിറവിറങ്ങി വരുന്നത്. ഇതിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ഇതിലേക്ക് ആലയത്തിലേക്ക് ദൈവത്തിന്റെ വസ്ത്രം ഇറങ്ങി വരുന്നത്. സ്വന്തം ദൈവത്തിന്റെ വസ്ത്രം ഇറങ്ങി വരുമ്പോൾ ആലയത്തിന്റെ ഒന്നരപ്പടികൾ കൊണ്ടത് ഈ കൂട്ടായ്മയ്ക്കായി ദേവദാസനായി സഭയ്ക്കായി സ്വപ്നം തന്നെ ദൈവാനുഗ്രഹിക്കണമേ കർത്താവ്. ഈ വാസപ്രാർത്ഥനയുടെ ദാസനും സഭയ്ക്കും ദേശത്തിനും ഒരു അനുഗ്രഹമായി ഇവിടെ പറയപ്പെട്ട ദൂതുകളെല്ലാം കർത്താവിന്റെ നാമത്തിലാണ് ഞങ്ങൾ അറിയുന്നത്. ആ ദൂതുകളെ നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം. കർത്താവ് എല്ലാ ദൈവജനങ്ങളെയും കർത്താവ് ശക്തിയെടുത്ത് അവരെ വീണ്ടും അനുഗ്രഹത്തിലേക്ക് നടത്തണം. ഇതിലൂടെ ഒരു കൊയ്ത്ത് കൊണ്ടുവരും. ഗോതമ്പുകൾ കടപ്പുരയിലേക്ക് കൊണ്ടുവരുക. സ്വർഗം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പത്ത് മിനിറ്റോടെ ഉള്ളൂ. ആർക്കാ ഈ കറുത്ത പൈസ എടുത്തിട്ട് പോയാൽ എല്ലാവരും